അല്ലാഹു നമുക്ക് നൽകിയ മഹത്തായ ഒരു സൗഭാഗ്യമാണ് മക്കൾ എന്നത്. മക്കളെ പരിപാലിക്കുന്നതിന് പറയുന്ന പദമാണ് പാരൻറ്റിങ് എന്നത്. മലയാളത്തിലും കന്നഡയിലും ഇംഗ്ലീഷിലും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കപ്പെടുന്ന വ്യാപകമായ ഒരു പദമാണ് പാരൻറ്റിങ്. പാരൻറ്റിങ്ങിനെ നാം ഡിഫൈൻ ചെയ്താൽ, നിർവചിച്ചാൽ, താരീഫ് ആക്കി പറഞ്ഞാൽ, നമ്മുടെ മക്കൾക്ക് ശാരീരികമായും മാനസികമായും ആവശ്യമുള്ള അവരുടെ നീഡ്സ്, ആവശ്യങ്ങൾ, അത് നിർവഹിച്ചു കൊടുക്കുന്ന ഒരു രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്വ നിർവഹണമാണ് പാരൻറ്റിങ് എന്നത്. നമ്മുടെ മക്കൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം, വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, അവരിലെ സ്വഭാവ സംസ്കരണം, ഇതെല്ലാം നാം സാധ്യമാക്കിയെടുക്കുന്നതിന് പറയുന്ന പേരാണ് പാരൻറ്റിങ്. പാരൻറ്റിങ് എന്നത് എല്ലാ വിഭാഗം രക്ഷിതാക്കൾക്കും സാധ്യമാകുന്നതാണ് അതിൻ്റെ ശരിയായ രൂപം. എന്ന് പറഞ്ഞാൽ വലിയ വിദ്യാഭ്യാസ മേഖലയിലെ പേരും പ്രശസ്തിയും നേട്ടങ്ങളും അഡ്രസ്സുകളും ഉള്ള വ്യക്തികളാണെങ്കിലും, ഇനി ഔദ്യോഗിക വിദ്യാഭ്യാസങ്ങളിൽ പിന്നോക്കമാണെങ്കിലും, എല്ലാ രക്ഷിതാക്കൾക്കും സാധ്യമാകുന്നതാണ് പാരൻറ്റിങ് എന്നത്. പാരൻറ്റിങ് റെഡിയാണെങ്കിൽ നമ്മുടെ മക്കൾ അവരുടെ ആത്മീയതയിൽ എന്നും ഉയർന്നു നിൽക്കും. പാരൻറ്റിങ് റെഡിയാണെങ്കിൽ നമ്മുടെ മക്കൾ ഭൗതിക വിദ്യാഭ്യാസത്തിൽ എന്നും ഉയർന്നു നിൽക്കും. പാരൻറ്റിങ് ശരിയാണെങ്കിൽ നമ്മുടെ മക്കൾ അവരുടെ ആരോഗ്യത്തിലും പെരുമാറ്റത്തിലും ഉയർന്നു നിൽക്കും. എന്നാൽ പാരൻറ്റിങ്ങിനെ കുറിച്ച് വിശദമായി ക്ലാസ്സുകൾ കേട്ടാൽ ചിലപ്പോഴൊക്കെ ചില തെറ്റിദ്ധാരണകൾ തോന്നാറുണ്ട് എന്ന് പറയാൻ എനിക്കിപ്പോഴും തോന്നുന്നു. പാരൻറ്റിങ് വലിയ കഷ്ടപ്പാടുള്ള കാര്യമാണ്, വലിയ പ്രയാസമുള്ള കാര്യമാണ്, നമുക്കൊന്നും സാധ്യമല്ല എന്ന തോന്നൽ ചിലപ്പോഴൊക്കെ ഉണ്ടാകും. സത്യം അങ്ങനെയല്ല. പാരൻറ്റിങ് എന്നത് നമുക്കെല്ലാവർക്കും സാധ്യമാണ്, വളരെ എളുപ്പമാണ്. പക്ഷേ അത് സീരിയസ് ആണ്. എൻ്റെ പ്രഭാഷണങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതലായി അതിനെ അനുയോജ്യമായി ഉദാഹരിക്കാറുള്ളത് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് പോലെ, ശ്വസിക്കുന്നത് പോലെ എന്നാണ്. നാം ശ്വസിക്കുന്നത് വളരെ എളുപ്പമാണ്. ആർക്കും അതിന് പ്രത്യേകിച്ച് അധ്വാനിക്കാനൊന്നുമില്ല, മെനക്കെടാനൊന്നുമില്ല, നീയത്തോ ഒന്നും ആവശ്യമില്ല, തനിയെ നടന്നോളൂ. പക്ഷേ അത് സീരിയസ് ആണ്. ശ്വാസം കുറച്ച് കുറഞ്ഞു പോയാൽ അത് ശ്വാസം മുട്ടായി മാറും, അത് അസുഖമായി മാറും. ശ്വാസം നിന്നുപോയാൽ വേഗം ഖബറിലെത്തുകയും ചെയ്യും. വളരെ സീരിയസ് ആണ്, പക്ഷേ അത് വളരെ എളുപ്പമാണ്. ഇതുപോലെ പാരൻറ്റിങ് എന്നത് അത് നമുക്ക് സാധ്യമല്ലാത്തൊരു കാര്യമല്ല, സാധ്യമാണ്. അതിന് ഔദ്യോഗിക വിദ്യാഭ്യാസങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും സാധ്യമാകും എന്നതാണ് ശരി. ഇന്ന് നാം ഇന്ത്യക്കാർ, ഇന്ത്യയിലെ അറിയപ്പെട്ട പ്രശസ്തരായ പലരെയും പറ്റി പഠന വിധേയമാക്കുമ്പോൾ നമുക്ക് കാണാം ആ ഒരു ചിത്രം. ഇന്ത്യൻ പ്രസിഡന്റുമാരിൽ പലരെയും പറ്റി പഠിക്കുന്ന സമയത്ത് ജീവിതത്തിലെ അവരുടെ ആവശ്യമായ ഭക്ഷണം ലഭിക്കാൻ പോലും പ്രയാസപ്പെട്ടിരുന്ന പശ്ചാത്തലത്തിലുള്ള ഫാമിലിയിൽ നിന്ന്, കുടുംബജീവിതത്തിൽ നിന്ന് വളർന്നു വന്ന പലരും ലോകത്തിൻ്റെ നെറുകയിൽ എത്താൻ പറ്റും വിധം വളർന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം പാരൻറ്റിങ് ആണ്. ലോകത്തറിയപ്പെട്ട സയൻറ്റിസ്റ്റുകളിൽ പലരുടെയും കഥ നമുക്കതിൽ കാണാൻ പറ്റും. ഇമാമിയങ്ങളിൽ പ്രഗത്ഭരുടെ കഥകൾ കാണാൻ പറ്റും. ആ ഇമാമിയങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ പാരൻറ്റിങ്ങിൻ്റെ ഭാഗമായി സ്വീകരിച്ച സമീപനം എന്ന് പറയുന്നത്
അവരുടെ യുസ്റുള്ള, എപ്പോഴും സന്തോഷമുള്ള, സമാധാനമുള്ള, വളരെ എളുപ്പമുള്ള രീതികളാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ മാതൃകയായി നാം കാണുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ലോകത്ത് അറിയപ്പെട്ട പ്രഗത്ഭരായ പലരെ പറ്റിയും പഠിക്കുന്ന സമയത്ത് അവരുടെ മാതാപിതാക്കൾ ഈ മനുഷ്യരോട് അവരുടെ കുട്ടിക്കാലത്ത് കാണിച്ച സമീപനം എന്താണ്? അവർക്ക് സ്നേഹം നൽകി, അവർക്ക് കരുണ നൽകി, ശാന്തമായ പെരുമാറ്റം അവരോട് കാണിച്ചു, അവരെ വളർത്തി എന്നതാണ് അതിലെ മർമ്മപ്രധാനം. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളെ പരിപാലിക്കുന്നതിനെക്കുറിച്ച് നിർദ്ദേശിച്ച വാക്കുകൾ കാണാം. അക്രിമു ഔലാദക്കും. അക്രിമു ഔലാദക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളോട് നാം ഷൗട്ട് ചെയ്ത്, ഒച്ച വെച്ച് സംസാരിച്ച്, അപമര്യാദയോടെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ച് പെരുമാറരുത്. പകരം ശാന്തമായി സംസാരിക്കണം, മാന്യമായും മാനമായും സംസാരിക്കണം, വളരെ നല്ല വാക്കുകൾ ഉപയോഗിക്കണം. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ പ്രിയപ്പെട്ട മകളായ ബീവി ഫാത്തിമത്ത സഹ്റ റളിയല്ലാഹു അൻഹയെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത്, പെരുമാറുന്ന സമയത്ത്, സമീപിക്കുന്ന സമയത്ത് സ്വീകരിച്ച സമീപനം വളരെ ആദരവോടെയാണ്, തഅ്ലീമോടുകൂടെയാണ്, റെസ്പെക്റ്റോടുകൂടെയാണ്. ഫാത്തിമയോടൊരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഭ്യേതരമായി മോശമായ പദങ്ങൾ ഉപയോഗിച്ച് ഒരിക്കലും അഭിസംബോധന ചെയ്തിട്ടില്ല. എപ്പോഴും നല്ല വാക്കുകൾ. അതിൻ്റെ പേരിൽ ഫാത്തിമ എവിടെയെങ്കിലും ദുഷിച്ചു പോയിട്ടുണ്ടോ? ഇല്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ച സമീപനത്തിൽ എപ്പോഴും ഈ സോഫ്റ്റായ, ബഹുമാനാദരവോടെയുള്ള സമീപനമുള്ളതുകൊണ്ട് ഫാത്തിമക്ക് എപ്പോഴെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വാക്കിനെ ലംഘിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഞാനിത് പറയുമ്പോൾ ചിലരൊക്കെ തെറ്റിദ്ധരിക്കാറുള്ള ഒരു ആശയമുണ്ട്. അതെന്താ അറിയോ? നമ്മുടെ മക്കൾ അവർ വളരുന്ന സമയത്ത് അവരെ വളർത്തുകയാണ് ചെയ്യേണ്ടത്. വളർത്തുന്ന സമയത്ത് അവർ ചുറ്റുപാടിലുള്ള പലതും കാണുകയും കേൾക്കുകയും ചെയ്യും. അങ്ങനെ കേൾക്കുമ്പോൾ പലതിനെയും അവർ സ്വീകരിക്കുകയും പലതിനെയും അവർ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത് കാണാം. പക്ഷേ അവിടെ രക്ഷിതാക്കൾ അതിനെയെല്ലാം ആസ്വദിക്കുന്നവരും അതിനെയെല്ലാം സപ്പോർട്ട് ചെയ്യുന്നവരും ആകരുത്. അങ്ങനെ ആകാം എന്ന് ചിലരൊക്കെ കരുതാറുണ്ട്. ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബഹുമാന്യനായ സദറുസ്താദ് സൂചിപ്പിച്ച ഒരു ആശയം, ഒരു സംഭവം, പല സ്ഥാപനങ്ങളിലും വേദനയോടെ നമ്മുടെ മക്കളെ പരിപാലിക്കുന്ന, മക്കളെ വളർത്തുന്ന, മക്കളെ ഉപദേശങ്ങളും അധ്യാപനങ്ങളും നടത്തി അവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന അധ്യാപകർ, ഉസ്താദുമാർ, ടീച്ചേഴ്സ് വിഷമിക്കുന്നൊരു കാര്യമുണ്ട്. അവരിലെ ഏതെങ്കിലും സംസ്കാര ശൂന്യതയെ, അവരിലെ ഏതെങ്കിലും മോശത്തരത്തെ തിരുത്താൻ വേണ്ടി അധ്യാപകർ ശ്രമിക്കുമ്പോൾ ചില രക്ഷിതാക്കൾ പറയും, നിങ്ങളെന്തിനാ എൻ്റെ മോൻ്റെ തലമുടിയൊക്കെ ശ്രദ്ധിക്കുന്നത്? നിങ്ങളെന്തിനാണ് എൻ്റെ മകൻ്റെ ഡ്രസ്സ് ശ്രദ്ധിക്കുന്നത്? നിങ്ങൾ ക്ലാസ് എടുത്താൽ പോരെ എന്ന് ചില രക്ഷിതാക്കളെങ്കിലും പറയാറുണ്ട്. എങ്ങനെയാണ് ആ ഒരു പറയുന്ന അനുഭവം, ആ സംഭവം ഉണ്ടായിത്തീരുന്നത്? എങ്ങനെയാണ്? ഒരു കുട്ടി വീട്ടിൽ നിന്ന് പറയുന്നു, എനിക്ക് ഹെയർ കട്ടിങ് ഇങ്ങനെ ചെയ്യണം, അതിന് എൻ്റെ ഉസ്താദ് ഇങ്ങനെ ചെയ്യണം എന്ന് പറയും, മറ്റൊന്ന് ചെയ്യണം എന്ന് പറയുന്നു. എൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം കൂടി പറയാം. ഇസ്ലാമിക് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലാണ്. ഇസ്ലാമിൻ്റെ വേഷവിധാനം, ഇസ്ലാമിൻ്റെ ഹെയർ ഡ്രസ്സിങ്, ഇസ്ലാമിൻ്റെ തലമുടി വെട്ടുക എന്നൊക്കെ പറയുന്നത് അതൊരു എക്സിക്യൂട്ടീവ് സ്റ്റൈലാണ്. നിങ്ങൾ നോക്കൂ, ലോകത്തറിയപ്പെട്ട ഏതെങ്കിലും രാജ്യത്തിൻ്റെ പ്രസിഡന്റുമാർ, ഭരണാധികാരികൾ,
അതുപോലെ ഏതെങ്കിലും വലിയ വലിയ കമ്പനികളുടെ MD-മാർ, പോകട്ടെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അവർ ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലുണ്ട്. അവരാരും ഈ അവിടെ പരണ്ടി ഇവിടെ പരണ്ടി കുറച്ചു ഭാഗം എടുത്ത് കുറച്ചു ഭാഗം നീട്ടി അങ്ങനെ വൃത്തികേടാക്കുന്നത് കാണുകയില്ല. ഇസ്ലാം അത്രയേ പറയുന്നുള്ളൂ. അതൊരു പുണ്യമാണ്, അതൊരു സുന്നത്താണ്, അതൊരു ചര്യയാണ്. വൃത്തിയിലും കാണാൻ ഭംഗിയിലും നടക്കണം. ഭംഗിബോധം എന്നത് ഒരു മനുഷ്യന് അനിവാര്യമാണ്. മനുഷ്യൻ അവിടെ ഇവിടെയും വരഞ്ഞും കുറിച്ചും കുത്തിയും ആകെ അങ്ങനെ നടക്കരുത്. മനുഷ്യൻ്റെ ശരീരം പവിത്രമാണ്. മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലെ ഒരു പ്രധാന കേന്ദ്ര ബിന്ദുവാണ്. മനുഷ്യൻ പ്രധാന കേന്ദ്രമാണ്, സെൻട്രൽ പൊസിഷനിലിരിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. അപ്പോൾ ആ ഒരു വേഷവിധാനത്തിന് വേണ്ടി ഉസ്താദുമാർ പറയുന്നു, പരിശുദ്ധ ഇസ്ലാമിൻ്റെ മാർഗനിർദ്ദേശം ഫോളോ ചെയ്തുകൊണ്ട്, അതിന് ഇത്തിബാഴ് ചെയ്തുകൊണ്ട്. ആ സമയത്ത് ഈ മോൻ എനിക്ക് വേണ്ടത് ഏതോ ഒരു ഫുട്ബോളറുടെ സ്റ്റൈലാണ്. എന്താണ് ഒരു ഫുട്ബോളർ സമൂഹത്തിന് നൽകുന്നത്? എന്താ ഒരു ഫുട്ബോൾ കളിക്കാരൻ സമൂഹത്തിന് എന്താ നൽകുന്നത്? അദ്ദേഹത്തിന് കുറേ കോടികൾ കൊയ്തെടുത്തു എന്നതിൽ കവിഞ്ഞാൽ സമൂഹത്തിന് അദ്ദേഹം വലിയൊരു സാമ്പത്തിക കാഴ്ചപ്പാടുകൾ സമർപ്പിക്കുന്നുണ്ടോ? ആരോഗ്യത്തിൽ വലിയൊരു കാഴ്ചപ്പാട് ഈ സമൂഹത്തിന് അവർ നൽകുന്നുണ്ടോ? അതല്ലെങ്കിൽ അത്രമേൽ ഒരു സമൂഹത്തെ, ഒരു സോഷ്യൽ എൻജിനീയറിങ്ങിനെ സ്വാധീനിക്കുന്ന എന്തെങ്കിലും സംഭാവനകൾ, കോൺട്രിബ്യൂഷനുകൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ഒരു ഫുട്ബോളറെ ഫോളോ ചെയ്തതിൻ്റെ പേരിൽ അവിടെ വരച്ച് ഇവിടെ വരച്ച് അവിടെ പരണ്ടി ഇവിടെ പരണ്ടി അങ്ങനെ നടക്കുമ്പോൾ അതൊരു തരം മാനസികമായ ഡിസോർഡറാണ്. അതൊരു ഡിസോർഡറാണ്. ഈ ഡിസോർഡറിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ശൈലി എന്താ? ലോകത്ത് മനുഷ്യർക്കാവശ്യമായ മനുഷ്യാവകാശം എന്ത് എന്ന് പഠിപ്പിച്ച നേതാവ്, മനുഷ്യർക്കാവശ്യമായ സാമ്പത്തിക കാഴ്ചപ്പാട് എന്ത് എന്ന് പഠിപ്പിച്ച നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സൗന്ദര്യബോധം എന്താണെന്ന് പഠിപ്പിച്ച നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സാമൂഹ്യ സൃഷ്ടിപ്പിന് എന്തൊക്കെ വേണമെന്നത് പ്രായോഗികമായി പഠിപ്പിച്ചൊരു നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ളൊരു നേതാവിനെ ഫോളോ ചെയ്യുന്നതിൻ്റെ പേരിൽ നിന്റെ ഹെയർ കട്ടിങ് നല്ല വൃത്തിയിലും വെടിപ്പിലും ഭംഗിയിലും ആക്കണം എന്ന് പറയുന്നത് ഒരു സാമാന്യ മര്യാദയല്ലേ? ഈ സാമാന്യ മര്യാദയുടെ മറുവശത്ത് നമ്മളെ മകൻ നമ്മളോട് പറയുന്നു, ബാപ്പ അല്ലെങ്കിൽ ഉമ്മ എനിക്ക് ഇങ്ങനെ ഈ ഫുട്ബോളറെ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മക്കളുടെ പക്ഷത്ത് നിന്ന് നമ്മളും ഇങ്ങനെ ഒരു വൈകൃതത്തിൻ്റെ, വികൃതിയുടെ അല്ലെങ്കിൽ വഷളത്തരത്തിൻ്റെ വക്താക്കളായി പോയാൽ അതൊരു നഷ്ടമല്ലേ? അതൊരു പോരായ്മയല്ലേ? അവിടെ എന്താ വേണ്ടതെന്നറിയോ? നിങ്ങൾ മക്കളെ പിടിച്ച് തല്ലുകയോ അസഭ്യം പറയുകയോ ഒന്നും വേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു ശൈലി നോക്കൂ. ഒരു ദിവസം ഒരു യാത്ര കഴിഞ്ഞ് നബി തങ്ങൾ വരുന്ന സമയത്ത് മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ബാപ്പാക്ക് സന്തോഷമാകണമെന്ന അങ്ങേയറ്റത്തെ താല്പര്യത്തോടെ ആഭരണങ്ങൾ വാങ്ങി ധരിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് യാത്ര കഴിഞ്ഞ് വന്നാലും ആദ്യം ആരെ കാണാൻ വരും? മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കാണാൻ വരും. കാണാൻ വന്നു നോക്കുമ്പോൾ ഫാത്തിമയുടെ ശരീരത്തിൽ ആഭരണങ്ങൾ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കുന്നത്, എൻ്റെ മകൾക്ക് ഈ ഭൗതികമായ ഈ സൗന്ദര്യ ബോധം അത് വല്ലാതെ അതിക്രമിച്ച് കയറുന്നുണ്ടോ? ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ഫോക്കസ്ഡ് ആകേണ്ടത്, ചിന്താ കേന്ദ്രീകൃതമാകേണ്ടത് എവിടെയാണ്? ആത്യന്തികമായി മനുഷ്യ ജീവിതത്തിൻ്റെ മൂല്യം ഉൾക്കൊള്ളുന്നിടത്താണ്. എന്താണ് മനുഷ്യ ജീവിതത്തിൻ്റെ മൂല്യം? അത് അള്ളാഹുവിനെ അറിയുക എന്നതാണ്. അള്ളാഹുവിനെ അറിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൻ്റെ അർത്ഥശൂന്യമായ ഒരു ലോകത്തിൽ നിന്ന് പൂർണ്ണമായ ഒരു ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുള്ളവരായി വളരണം ഒരു മനുഷ്യൻ. അതെൻ്റെ മകൾക്കുണ്ടാകുമ്പോൾ ആ മകൾക്ക് ഈ ആഭരണങ്ങളോടുള്ള ആഭിമുഖ്യം, അതിൻ്റെ അഡിക്ഷൻ, അതിനുള്ളൊരു വഴി എൻ്റെ മകൾക്ക് വേണോ?
വേണ്ട എന്ന് പറയാൻ നബിതങ്ങൾ ചീത്ത വിളിച്ചോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആക്ഷേപിച്ചോ? ഇല്ല. തല്ലിയോ? ഇല്ല. എന്തുമാത്രം ചെയ്തു? അവിടുത്തെ മുഖത്തെ സന്തോഷമുള്ള പുഞ്ചിരിയും സന്തോഷമുള്ള ആ ഒരു പെരുമാറ്റവും തൽക്കാലം ഒന്ന് ശാന്തമാക്കി, ഒന്ന് മിനിമൈസ് ചെയ്തു. ആ മിനിമൈസിങ് നടക്കുമ്പോഴേക്ക് ഫാത്തിമ എന്താണ് ചെയ്യുന്നത്? വാപ്പാൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണോ? അല്ല. ഫാത്തിമ ഉടനെ കയ്യിലെയും ആ ധരിച്ചിരുന്ന ആഭരണങ്ങൾ ഊരിയിട്ട് സാധുക്കൾക്ക് വിതരണം ചെയ്തിട്ട് അത് വിറ്റിട്ട് അതിൻ്റെ ക്യാഷ്, അതിൻ്റെ മൂല്യം പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി വാപ്പയെ തന്നെ ഇഷ്ടത്തോടെ ഏൽപ്പിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അധ്യാപനമാണ് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നാം ഫോളോ ചെയ്യേണ്ടത്. അതിന് മനഃശാസ്ത്രം പറയുന്ന ഒരു സമീപന രീതിയുണ്ട്. ഫേംനെസ് വിത്തൗട്ട് ആങ്കർ, ദേഷ്യമില്ലാത്ത നിലപാട്. നമ്മുടെ മക്കള് പെരുന്നാളാവാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണം ആഘോഷിക്കാൻ പോവുകയാണ്. ആ സമയത്ത് മക്കൾ പറയുന്നു, എനിക്ക് ഹറാമായ രീതിയിലുള്ള ഈ ഡ്രസ്സിങ്ങാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ആ മകളോട്, ആ മകനോട്, മോനെ ഹറാമിന് ബാപ്പ കൂടെ ഇല്ല കേട്ടോ, ഹറാമിന് ഉമ്മ കൂടെ ഇല്ല കേട്ടോ എന്ന് പറയാൻ അതിന് ബഹളം വേണ്ട, ചീത്തവിളി വേണ്ട. ശാന്തമായി പറഞ്ഞാൽ നമ്മുടെ മക്കൾ അത് സ്വീകരിക്കും. ഞാനിത് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ ചില രക്ഷിതാക്കൾ പറയും, ഉസ്താദേ അത് നമ്മളെ മക്കളെടുത്ത് നടക്കൂല, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മക്കളെടുത്ത് അല്ല, നമ്മുടെ മക്കൾക്ക് കൂടി എങ്ങനെയാകണമെന്ന് പഠിപ്പിച്ചതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാം നടത്തുന്നത് കേവലം അൽഫബറ്റിക്കായ, കേവലം അക്കാദമിക് എഡ്യൂക്കേഷൻ മാത്രം നൽകാനല്ല, മറിച്ച് ഈ എഡ്യൂക്കേഷൻ്റെ പേരിൽ നമ്മുടെ മക്കൾക്ക് ധാർമ്മിക ബോധം ഉണ്ടാകണം, മാനുഷിക മൂല്യം ഉണ്ടാകണം. ഈ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ നമ്മുടെ മക്കൾ സന്തോഷമുള്ളവരും സമാധാനമുള്ളവരും ആത്മീയ ബോധമുള്ളവരുമാകണം. അതിനാണ് നമ്മൾ ബഹുമാനപ്പെട്ട തങ്ങളെ നേതൃത്വത്തിൽ ഈ ഉലമാ പണ്ഡിതന്മാരൊക്കെ സഹകരിച്ചുകൊണ്ട്, ഇവിടെയുള്ള ഉമറാക്കളൊക്കെ സഹകരിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് അതിനാണ്. അപ്പോൾ നാം അത് ഉൾക്കൊണ്ട് സ്ഥാപനത്തിൻ്റെയൊക്കെ കൂടെ നിന്ന് നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സങ്കടങ്ങളും ഒക്കെ മാന്യമായ ഭാഷയിൽ സ്നേഹത്തോടെ പരസ്പരം പങ്കുവെച്ച് ഒന്നിച്ച് നിന്ന് നമ്മുടെ മക്കളെ ഡിസൈൻ ചെയ്യണം. അങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ, അങ്ങനെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ഇടപെടുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നാം ചെയ്യേണ്ടത്, ഒന്ന്, മക്കളോട് സ്നേഹത്തോടെ പെരുമാറണം. ഇവിടെ ഞാൻ ഈ സംസാരിച്ചതിൽ ഒരുപക്ഷെ രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ടാകാൻ സാധ്യതയുള്ളൊരു മേഖല എന്താ അറിയോ? ഞാൻ ഈ പറഞ്ഞ ഫേംനെസ് വിത്തൗട്ട് ആങ്കർ, നിലപാട്, ദേഷ്യമൊന്നും പിടിക്കാതെയുള്ള നിലപാട്, അതെങ്ങനെ സാധ്യമാകും എന്നിടത്താണ് ചെറിയൊരു പ്രശ്നം ഉണ്ടാകുക. ഇതിനെക്കുറിച്ച് ഞാനൊരു ചുരുങ്ങിയ സമയം കൊണ്ട്, ചെറിയൊരു സമയത്തിനിടയിൽ ഞാൻ ആ ഭാഗം പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് വിശദീകരണം കൊണ്ടുവരാം. നാം നമ്മുടെ മക്കളോട് കുഞ്ഞുനാളിൽ മുതലേ നല്ല പെരുമാറ്റം ശീലമാക്കണം. എവിടെ നിന്ന് തുടങ്ങണം? മുലക്കുടിക്കാലം മുതലേ തുടങ്ങണം. പോരാ, വയറ്റിലിരിക്കുമ്പോൾ തുടങ്ങണം. നമ്മുടെ കുഞ്ഞ് വയറ്റിലിരിക്കുന്ന സമയത്ത് നാം നമ്മുടെ കുഞ്ഞിനെ സ്നേഹത്തോടെ താലോലിക്കണം. ഞാനിത് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകൂല, ഒന്നുകൂടി പറയാം. ഇന്ന് പലപ്പോഴും പുതിയ ലോകത്ത്, ഇവിടെ എങ്ങനെയാണെന്ന് എനിക്ക് വല്ലാതെ അറിയില്ല, പുതിയ കാലത്ത് വല്ലാതെ കണ്ടുവരുന്നൊരു പ്രവണതയാണ് വിവാഹ ജീവിതത്തോട് താല്പര്യമില്ല എന്ന് പറയുന്നവരുടെ എണ്ണം കൂടി വരുന്നു. എന്താ കാരണം? വിവാഹ ജീവിതം ഒരു പൊല്ലാപ്പാണ്, വല്ലായികയാണ്, അതൊരു ബുദ്ധിമുട്ടാണ്, അതൊരു ഡിഫിക്കൽട്ടാണ്. അങ്ങനെയല്ല. പലപ്പോഴും പുതിയ കാലത്തെ പെൺകുട്ടികൾ, വളർന്നു വരുന്ന ഗേൾസ്, അവർ പഠിക്കാൻ പോകുന്നത് പഠിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, മറിച്ച് ജീവിതത്തോടുള്ള ഭയം കൊണ്ടുള്ള ഒളിച്ചോട്ടമാണ്. ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് നേഴ്സാകാൻ പോവുക, ഡോക്ടറാകാൻ പോവുക, വക്കീലാകാൻ പോവുക, അക്കൗണ്ടൻ്റ് ആകാൻ പോവുക, ടീച്ചറാകാൻ പോവുക എന്നുള്ളത്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, പലപ്പോഴും.
ഇവിടെ നാം നമ്മുടെ ഈ ഒരു പ്രയാസത്തോടെയാണ് വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്നതെങ്കിൽ എല്ലാം ബുദ്ധിമുട്ടാണ്. അതേസമയത്ത് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴുണ്ടാകേണ്ട മൂല്യം എന്താണെന്ന് മനസ്സിലാക്കി വിവാഹ ജീവിതത്തിലേക്ക് കടന്നാൽ, ഞാനൊരു ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടത് ഇങ്ങനെ ഓർക്കുകയാണ്. എന്താ അറിയോ, ഒരു ആയുർവേദ ഡോക്ടറായ ഒരു മുസ്ലിം സഹോദരിയുടേതായിരുന്നു ആ ഫേസ്ബുക്ക് കുറിപ്പ്. അതിൻ്റെ രത്ന ചുരുക്കം, ഞാൻ ഡോക്ടറാകാനുള്ള കാരണം വിവാഹ ജീവിതത്തിനൊരുങ്ങുന്ന സമയത്ത് നല്ലൊരു പ്രൊഫൈല് വേണം. ഡോക്ടർ എന്ന പ്രൊഫൈല്, വക്കീൽ എന്ന പ്രൊഫൈല്, അക്കൗണ്ടൻ്റ് എന്ന പ്രൊഫൈല് അതൊരു വിവാഹ ജീവിതത്തിനുള്ള ഒരു അടിയാധാരമായി അവർ കരുതുന്നു. രണ്ടാമത്തത് സ്വയം കാലിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്കാവശ്യമായ സാമ്പത്തിക ആവശ്യങ്ങൾക്കുള്ള സോഴ്സ് അത് എൻ്റെ കയ്യിലുണ്ടാകുക, എനിക്കാവശ്യമായ സമ്പത്ത് എൻ്റെ കയ്യിലുണ്ടാകുക. എന്നാൽ വിവാഹ ജീവിതത്തിന് എളുപ്പമാണ് എന്ന സങ്കല്പമാണ് അവിടെയുള്ളത്. ഞാനൊരു മുൻകൂർ ജാമ്യത്തോടുകൂടെ പറയട്ടെ, ഒരു മുസ്ലിം സ്ത്രീയുടെ കയ്യിൽ അവർക്കാവശ്യമുള്ള സമ്പത്തുണ്ടാവുക എന്നത് ഒരു തിന്മയല്ല, അതൊരു പോരായികയല്ല, അതൊരു മോശമല്ല. കാരണം ഈ ഉമ്മത്തിൻ്റെ തുടക്കം കുറിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപത്നി, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ മഹദി സമ്പന്നയാണ്. ആ വകയിൽ ഒരു ന്യൂനതയും ആ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ പറയാൻ പോകുന്നത്, വിവാഹ ജീവിതത്തിൻ്റെ അടിയാധാരം സാമ്പത്തിക ശേഷിയല്ല, അതിൽ പ്രൊഫൈലല്ല. വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കൈമുതൽ എന്തായിരിക്കണം? കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള കഴിവാണ്. എന്ന് പറഞ്ഞാൽ തൻ്റെ ഭർത്താവിനോട് എങ്ങനെ പെരുമാറിയിട്ടാണ് സന്തുഷ്ടയാവുക, എൻ്റെ ഭർത്താവിനെ എങ്ങനെയാണ് സന്തോഷവാനാക്കുക, എൻ്റെ ഭർത്താവിൻ്റെ ഫാമിലിയെ എങ്ങനെയാണ് സന്തോഷത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയുക എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. പുതിയ കാലത്ത് വലിയൊരു ക്യാമ്പയിൻ ചെയ്യപ്പെടുന്ന ഒരാശയാണ് സ്ത്രീ ഇങ്ങനെ പുരുഷനെ സംതൃപ്തിയാക്കാൻ മാത്രമുള്ളവരാണ്. ഞാൻ അതിനോടൊരിക്കലും പിന്തുണക്കുന്നില്ല. പുരുഷനും ബാധ്യതയുണ്ട്, സ്ത്രീക്കും ബാധ്യതയുണ്ട്. ഞാൻ ഇപ്പം പറയുന്നത് ആസ് എ വ്യൂമൺ, ഒരു സ്ത്രീ എന്ന രീതിയിൽ, മിൻഹൈസുൽ സൗജത്തു, ഒരു ഭാര്യ എന്ന രീതിയിൽ വിഷയത്തെ അധികരിച്ച് സംസാരിക്കുമ്പോൾ പറയാനുള്ളത്, നാം നമ്മുടെ ഒരു കഴിവാണ് നമ്മുടെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുക, നമ്മുടെ ഭർത്താവിൻ്റെ ഫാമിലിയെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത്. അവർ നമ്മെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് അത് അവരുടെ ബാധ്യതയാണ്, അത് അവരുടെ റൈറ്റാണ്. ഒന്നുകൂടി പറയാം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി, ഒരു കുട്ടിയുണ്ട്, രണ്ടാമതൊരു കുട്ടി വയറ്റിലിരിക്കുന്നു, സെപ്പറേറ്റഡ് ആണ്, അഥവാ ത്വലാഖ് ചൊല്ലിയിട്ടില്ല, രണ്ടാളും പിരിഞ്ഞു കഴിയുകയാണ്. ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം? അവർ പറഞ്ഞു വളരെ ധന്യമായ ജീവിതമായിരുന്നു വൈവാഹിക ജീവിതം, സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഫാമിലിക്ക് എന്നെ കണ്ടുകൂടാ, ഭർത്താവിനെ എന്നെ കണ്ടുകൂടാ, പലപ്പോഴും എന്നെ ആക്രമിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെ നിന്നാണ് ഈ ഡൈവേർഷൻ, ഈ തഖല്ലുബ്, ഈ മാറ്റം എവിടെ നിന്നാണ് ഉണ്ടായത്? അതായത് നല്ല സന്തോഷ ജീവിതത്തിൽ നിന്ന് വിവാഹ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട മൂല്യം എന്ന് പറയുന്നത് സ്നേഹത്തോടെ പെരുമാറാനുള്ള കഴിവാണ്. ഞാൻ ചോദിച്ചു, എവിടെ നിന്നാണ് നിങ്ങളുടെ ഈ സ്നേഹമുള്ള വഴികൾ നഷ്ടപ്പെട്ടു പോയത്? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, അത് എനിക്ക് ഒന്നാമത്തെ ഈ കുഞ്ഞിൻ്റെ പ്രഗ്നൻസി ടൈം, ഗർഭകാലയളവിലാണ് എനിക്കുള്ള ലഭ്യമായ സ്നേഹം കുറഞ്ഞു പോകാൻ തുടങ്ങിയത്. അപ്പോൾ എന്തു പറ്റി? ആ സമയത്ത് പലപ്പോഴും ഞാൻ വിശ്രമിക്കാൻ നിർബന്ധിതയാകും. ശരീരത്തിന് ഊരവേദനയും മറ്റ് വേദനയും ഒക്കെ ഉണ്ടാകുമ്പോൾ വിശ്രമിക്കാൻ നിർബന്ധിതയാകും. ഈ വിശ്രമിക്കുന്ന സമയത്ത് എൻ്റെ പാരൻസുമായുള്ള കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആയതാണ്. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആകുന്നത്? നമ്മുടെ സംസാരം വലിയ ഒരു വിഷയമാണ്. ഉദാഹരണത്തിന്, ഈ സമയം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ജനറേറ്റർ ഓഫായി.
ജനറേറ്റർ ഓഫായ സമയത്ത് ഈ ജനറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെ ഞാൻ ഈ സദസ്സിൽ വെച്ച് പരസ്യമായി ആക്ഷേപിക്കുകയാണെന്ന് സങ്കല്പിക്കുക. എന്താണ് സംഭവിക്കുക? ജനറേറ്റർ ഓഫായത് അദ്ദേഹം നേരത്തെ തന്നെ അങ്ങനെ ഓഫാകാൻ തീരുമാനിച്ചതാണോ? അല്ല. അദ്ദേഹത്തിന് അങ്ങനെ ഇഷ്ടമുണ്ടാവോ? ഇല്ല. ഇത് കാര്യക്ഷമമായി നടക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ ആക്ഷേപിക്കുകയാണോ വേണ്ടത്? അല്ല. പകരം അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടു വരുമ്പോൾ ബേജാറാകേണ്ട, സാവകാശം ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹം കുറച്ചും കൂടി വേഗതയിൽ കാര്യം ചെയ്യും. അതല്ല, ഞാൻ മോശമായി പെരുമാറിയാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് തോന്നും ഈ മനുഷ്യനത് ഇങ്ങനെ, തൽക്കാലം സാവകാശം ചെയ്താൽ മതി, പെട്ടെന്നൊന്നും തുടങ്ങണ്ട എന്ന് ചിന്തിക്കാൻ ഒരുപക്ഷെ അത് കാരണമാകും. വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല വാക്കുകൾ ഉപയോഗിക്കണം. അതൊരു വലിയ വിഷയമാണ്. എനിക്കൊരു തമാശയാണ് ഓർമ്മയാകാറുള്ളത് ഈ വിഷയം പറയുമ്പോൾ. ഒരാൾ ഒരു ദിവസം ഭാര്യ ബാത്റൂമിൽ വഴുതി വീണപ്പോൾ ചുണ്ട് പൊട്ടി. അങ്ങനെ ചുണ്ട് പൊട്ടിയപ്പോൾ ഭാര്യയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞു ഉടനെ സർജനെ കാണിക്കണം. അങ്ങനെ സർജൻ്റെ OP എടുത്തു, ടിക്കറ്റ് എടുത്തു, ടോക്കൺ എടുത്തു. സർജൻ്റെ അടുത്തെത്തിയപ്പോൾ അയാൾ പറഞ്ഞു ഉടനെ ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഇയാൾ ബേജാറായി. ഇയാൾ ചോദിച്ചു വലിയ ക്യാഷ് ചിലവാകുമോ? കാരണം ഇതിനു മുമ്പ് ഡെലിവറിക്ക് ഓപ്പറേഷൻ ചെയ്തത് 70,000 ചിലവായിട്ടുണ്ട്, അത്ര ചിലവാകുമോ എന്നുള്ള ബേജാറിൽ ഇയാൾ ചോദിച്ചു എത്രയാവും ക്യാഷ്? അയാൾ പറഞ്ഞു 550 ആകുമെന്ന്. ഇയാൾ 1100 രൂപ എടുത്ത് പേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു വേഗം ചെയ്തു, രണ്ടും കൂട്ടി തുന്നിയാൽ മതിയെന്ന്. കാരണം എന്നാൽ ആശ്വാസം ഉണ്ടാവുമല്ലോ എന്നാണ് അയാൾ പറഞ്ഞത്. ഇതുപോലെ ചിലപ്പോൾ സംസാരം ഒന്ന് വഴിമാറിയാൽ എല്ലാ സന്തോഷവും അതോടെ പോകും. നമുക്കുണ്ടാകേണ്ട കഴിവെന്താണ്? കഴിവ് മനുഷ്യരോട് പെരുമാറാനുള്ള കഴിവാണ് വേണ്ടത്. ചിലർ നല്ല ഡോക്ടറായിരിക്കും, നല്ല വിവരമൊക്കെ ഉണ്ടാവും, പക്ഷെ പേഷ്യൻസിനോട്, തൻ്റെ രോഗിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നറിയില്ല. പിന്നെ അയാളുടെ ഡോക്ടറുടെ മൂല്യമൊക്കെ വളരെ കുറഞ്ഞു പോകും. വലിയ അഭ്യസ്തവിദ്യരായിട്ട് അവർക്ക് എങ്ങനെ സമൂഹത്തോട്, തൻ്റെ അഭിസംബോധിതരോട്, തൻ്റെ മുന്നിലിരിക്കുന്ന മനുഷ്യരോട്, തൻ്റെ സഹജീവിയോട് പെരുമാറേണ്ടതെന്നറിയില്ലെങ്കിൽ നമ്മളെ അറിവൊക്കെ അപ്രസക്തമായി പോകും. അപ്പോൾ പലപ്പോഴും വിവാഹ ജീവിതം സങ്കടകരമാകുന്നത് എപ്പോഴാണ്? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്കാകുമ്പോഴാണ്, ആശയവിനിമയം മുറിഞ്ഞു പോകുമ്പോഴാണ്, നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നിടത്ത് പേക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അബദ്ധം സംഭവിക്കുന്നത്, അപകടം സംഭവിക്കുന്നത്. ഒരു ദിവസം ഹാപ്പി സോണിലെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ലൈഫ് എൻറിച്ച്മെൻറ്റ് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലേഡീസിൻ്റെ ട്രെയിനിങ് ആണ്. അതിലൊരു സഹോദരി, അദ്ദേഹം പറയുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി, ഞാൻ വളരെ സങ്കടത്തിലാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ സാധാരണ വിവാഹത്തിൻ്റെ അന്ന് ഞങ്ങൾ ആ ഏരിയയിലൊക്കെ, ഇവിടുന്ന് കേരളത്തിൽ അങ്ങോട്ട് കിടന്നാൽ പലപ്പോഴും പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് പുതിയാപ്പിളയുടെ വീട്ടിലേക്ക് പോകുന്നൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന് ഇറങ്ങുമ്പോൾ പൊതുവേ പെൺകുട്ടികളൊക്കെ ഒന്ന് കരയും. സാധാരണ സ്വന്തം ഉപ്പാനെയും ഉമ്മാനെയും ഒക്കെ ഇട്ട് പോവല്ലേ. ഈ കുട്ടി പറഞ്ഞു എനിക്ക് കരച്ചിൽ വന്നിട്ടേ ഇല്ല, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ എനിക്ക് ദുരിത ജീവിതമായിരുന്നു. എൻ്റെ പിതാവിൻ്റെ പെരുമാറ്റം വളരെ മോശമായിരുന്നു, ക്രൂരമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ബാപ്പാൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുമ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു, എനിക്ക് സങ്കടം തോന്നിയിട്ടേ ഇല്ല. പക്ഷേ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. കാരണം ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അതിനേക്കാൾ ഭീകരിയായ ഒരു ഭർത്തൃമാതാവ് ഉണ്ടായിരുന്നു, ഭർത്താവിൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു. ഈ ഉമ്മ എല്ലാ അർത്ഥത്തിലും ഈ സഹോദരിയെ ആക്രമിക്കും, ശാരീരികമായും മാനസികമായും. ഈ പെൺകുട്ടിക്ക്, ഈ സഹോദരിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണം ആ വീട്ടിലുണ്ടായാൽ അത് ഈ സഹോദരിക്ക് കിട്ടാതിരിക്കാനുള്ള എല്ലാ പണിയും ഈ ഭർത്താവിൻ്റെ ഉമ്മ ചെയ്യും. ജോലി ചെയ്താൽ അതിൽ എന്തെങ്കിലും ഒരു ആക്ഷേപം കണ്ടെത്തും. ഭക്ഷണം ഉണ്ടാക്കിയാൽ അതിനും ആക്ഷേപം കണ്ടെത്തും. ഇങ്ങനെ എല്ലാറ്റിനും ആക്ഷേപിക്കുന്നൊരു ഭർത്തൃമാതാവ്. ഇപ്പോൾ ഞാൻ 4 കൊല്ലമായി എനിക്ക് സ്ഥിരമായി രോഗമായി തുടങ്ങി, സ്ഥിര രോഗം.
പലപ്പോഴും ഞാൻ തളർന്ന് വീണു പോവുക. ഒരുപാട് മരുന്നുകൾ കഴിച്ചു, ഒരുപാട് മെഡിസിനുകൾ കഴിച്ചു, മാറുന്നില്ല. എന്ത് ചെയ്യണം? ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലെ ഭർത്താവിനോട്, ഭർത്താവിൻ്റെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണം. അവർ പറഞ്ഞു, ഞാൻ നല്ല രീതിയിലേ പെരുമാറാറുള്ളൂ. ഞാൻ അവരോട് പറഞ്ഞു, ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്നുകൂടി ശ്രദ്ധയോടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എന്താണ്? ഒന്ന്, നിങ്ങളുടെ ഭർത്തൃമാതാവിനോട് അവരെ രാവിലെ കാണുന്ന സമയം സ്നേഹത്തോടെ അവരുടെ മുഖത്തു നോക്കി പുഞ്ചിരിക്കുകയും അവരോട് സലാം പറയുകയും ആ ഭർത്തൃമാതാവിന് ആവശ്യമായത് എന്താണോ ഒരു ചെറിയ സേവനം അത് ചെയ്തു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതല്ല എല്ലാ ദിവസവും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, വീണ്ടും ഇവിടെ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ചായ ഉണ്ടാക്കിയാൽ അത് കുടിക്കാതെ ഭർത്തൃമാതാവ്, ഈ ഉമ്മ വേറെ ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കും. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങൾക്കതിൽ പ്രയാസം ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? നിങ്ങൾ സ്നേഹം കൊടുക്കുക, അത് നിഷ്കളങ്കമായി ചെയ്തു തുടങ്ങുക. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, സംഗതി കുറേ ആശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ കാര്യമായ മാറ്റമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്താണ് പ്രശ്നം? ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും തിരിച്ച് പ്രത്യേകിച്ചൊരു സന്തോഷവും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്നറിയോ? ലവ് ഈസ് എ വൺ വേ പ്രോസസ്. സ്നേഹം എന്നത് നിങ്ങളുടെ ഒരു പക്ഷത്തു നിന്നുള്ള സമീപനമാണ്. സ്നേഹം കൊടുക്കുന്നത് സ്നേഹം കിട്ടണം എന്ന ഡിമാൻഡോടുകൂടെയല്ല. തെറ്റിദ്ധരിക്കരുത്. സ്നേഹം കൊടുക്കുന്നത് സ്നേഹം കിട്ടണം എന്ന ഡിമാൻഡോടുകൂടെയല്ല, ഷർത്തോടുകൂടെയല്ല. എന്നാൽ സ്നേഹം തിരിച്ചു കിട്ടും. അപ്പോൾ നിങ്ങൾ ഉമ്മാക്കൊരു സേവനം ചെയ്യുമ്പോൾ ഉമ്മയുടെ പക്ഷത്ത് നിന്ന് തിരിച്ച് കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? സ്നേഹം കൊടുക്കലാണ്. ആ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കുക. തിരിച്ച് കിട്ടണം എന്ന ഡിമാൻഡ് ഉണ്ടാകരുത്, ഷർത്തുണ്ടാകരുത്. അവർ പിറ്റത്തെ ആഴ്ച പറഞ്ഞു, ഉസ്താദേ, എൻ്റെ മനസ്സിൽ ആ ആശയം എത്തിയപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ഉമ്മാൻ്റെ മുഖം മാറിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, 4 വർഷം ദുരിതങ്ങളുടെ വലിയൊരു കഴത്തിലായിരുന്നു, ദുരിതങ്ങളുടെ ഒരു സമുദ്രത്തിലായിരുന്നു എൻ്റെ ജീവിതം. എൻ്റെ ഈ ഉമ്മയുടെ ഭർത്തൃമാതാവിൻ്റെ ശാപവാക്ക് കേട്ട് അലക്കുകല്ലിൽ ഞാൻ തളർന്നു വീണിട്ടുണ്ടായിരുന്നു പലപ്പോഴും. ബോധം തെളിയുമ്പോൾ പിന്നെയും ഈ ഉമ്മയുടെ ശാപവാക്ക് തന്നെയാണ് ഞാൻ കേൾക്കാറുള്ളത്. അങ്ങനെയുള്ള ഉമ്മ എന്നെ ഉംറക്ക് പറഞ്ഞേക്കാൻ പോവുകയാണ്. 4ാമത്തെ ആഴ്ചയിൽ ക്ലാസ്സിന് വരുന്ന സമയത്ത് ഈ സഹോദരിക്ക് പറഞ്ഞിട്ട് തീരാത്ത സന്തോഷം. എന്നോട് പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ ക്ലാസ്സിന് വരാൻ വേണ്ടി നേരത്തെ ഇറങ്ങി മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കട്ടെ എന്ന് കരുതി ഇറങ്ങി നോക്കുമ്പോൾ എൻ്റെ ഉമ്മ അത് ചെയ്തു വെച്ചിരിക്കുന്നു, അടിച്ചു വാരി വൃത്തിയാക്കിയിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി അവരുടെ. ഞാൻ എന്നാൽ വേഗം പാചകം ചെയ്യട്ടെ, എനിക്ക് കൊണ്ടുപോകാൻ കൂടിയുള്ളത് എടുക്കാമെന്ന് കരുതി പാചകം ചെയ്യാൻ അടുക്കളയിൽ കയറിയപ്പോൾ ഉമ്മ എനിക്കുള്ളതും കൂടെ പാചകം ചെയ്ത് പാത്രത്തിലാക്കി വെച്ചിരിക്കുന്നു. സന്തോഷത്തിന് ഇനി എന്തു വേണം? വിവാഹ ജീവിതത്തിന് ഒരു പെൺകുട്ടിയുടെ കയ്യിൽ വേണ്ടത് ഡോക്ടർ എന്ന പ്രൊഫൈൽ അല്ല. വിവാഹ ജീവിതത്തിന് ഒരു പെൺകുട്ടിയുടെ കയ്യിലുണ്ടാകേണ്ടത് സാമ്പത്തിക ശേഷിയല്ല. ഞാൻ പറയുന്നത് ഒന്നുകൂടി ഓർക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ഉണ്ടാകുന്നതിന് ഇസ്ലാം എതിരല്ല. ഒരു സ്ത്രീക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാകുന്നതിൽ ഒരു നെഗറ്റീവുമില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഇസ്ലാമിൽ ഒരിക്കലും സ്ത്രീക്ക് വിദ്യാഭ്യാസം കൊണ്ടോ സാമ്പത്തിക ശേഷി കൊണ്ടോ ഉയർച്ചയുണ്ടാകുന്നത് തടസ്സമാണെന്ന കാഴ്ചപ്പാട് ഇസ്ലാമിനില്ല. ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിനുണ്ട്. അതെന്താണെന്നറിയോ? സാമൂഹികമായി ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണകർത്താവുക എന്നത് തുടങ്ങിയുള്ള സാമൂഹ്യ ഉത്തരവാദിത്വം അത് സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നത് ആ സ്ത്രീകളുടെ നാച്ചറിന് എതിരാണ്, അവരുടെ പ്രകൃതിക്ക് എതിരാണ്, അവരുടെ ത്വബഇന് എതിരാണ് എന്ന് ഇസ്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഏൽപ്പിച്ച സമൂഹത്തിന് പരാജയം സാധ്യതയുണ്ട് എന്ന് ഇസ്ലാം വിലയിരുത്തുന്നുണ്ട്. അത് ശരിയാണ്.
കാരണം ഞാൻ ഓർക്കുകയാണ്, ഒരു ദിവസം ഞാനൊരു സ്കൂളിലെ ഇതുപോലുള്ള ഒരു ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞിറങ്ങുമ്പോൾ അവിടെയുള്ള ഏറ്റവും പ്രശസ്തയായ ഒരു ടീച്ചർ എന്നോട് അപ്പോയിൻമെൻറ്റ് ചോദിച്ചു, എനിക്ക് കാണണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ്? ആ സഹോദരി പറഞ്ഞു, എനിക്ക് പേഴ്സണലായി നല്ലൊരു സമയം തരണം. ഞാൻ സമയം കൊടുത്തു. ആ സഹോദരി കുറേ സമയം ദീർഘമായി കരഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം? സഹോദരി പറഞ്ഞു, എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത കുട്ടി 7 വയസ്സ് അല്ലെങ്കിൽ 8 വയസ്സ്, നന്നായി പഠിക്കും, നല്ല സ്വഭാവം, നല്ല അച്ചടക്കം, നല്ല ചിട്ട, എല്ലാം ഗംഭീരം. രണ്ടാമത്തെ കുഞ്ഞ് 3.5 വയസ്സ്. അവൻ എൻ്റെ തലവേദനയാണ്. അവൻ എനിക്ക് വലിയ തീരാ ദുഃഖങ്ങൾ സമ്മാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ബന്ധുക്കളോ എൻ്റെ അയൽ വീട്ടുകാരോ ഇപ്പോൾ വരാതായിരിക്കുന്നു, പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുള്ളവർ. കാരണം എൻ്റെ 3.5 വയസ്സുകാരനായ കുഞ്ഞാണ് പ്രശ്നം. എന്തുപറ്റി? ഈ കുട്ടിയെ കൊണ്ട് വല്ലപ്പോഴും ഞാനൊരു കല്യാണത്തിനോ വീട് കൂടലിനോ അതുപോലുള്ള ഒരു പൊതു ചടങ്ങുകൾക്കോ കുടുംബ ചടങ്ങുകൾക്കോ പോയാൽ ഞാൻ നാണം കെട്ടുപോകും. കാരണം ഇവൻ മറ്റുള്ള എല്ലാ കുട്ടികളെയും ആക്രമിക്കും. ഇവൻ്റെ 3 വയസ്സ് മുതിർന്ന എൻ്റെ മൂത്ത കുട്ടിക്ക് ഇവനെ പേടിയാണ്. മുടി വളരുമ്പോൾ ഈ കുട്ടി പറയും, ഉമ്മ എൻ്റെ മുടി ഉടനെ വെട്ടിത്തരണം, കാരണം ഈ കൊച്ചനുജൻ ഈ മുടി പിടിച്ച് പറിക്കും, ആക്രമിക്കും. ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഒരു മാറ്റം സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല. ഒന്നാമത്തെ കുട്ടിയെ ഗർഭം ധരിക്കുന്ന സമയത്തും പ്രസവിക്കുന്ന സമയത്തും മുലയൂട്ടുന്ന സമയത്തും ആ ടീച്ചർ സ്വസ്ഥയായിരുന്നു. രണ്ടാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ചപ്പോഴും മുലയൂട്ടുന്ന സമയത്തും പ്രസവിച്ച സമയത്തൊഴികെയുള്ള എല്ലാ സമയത്തും ആ ടീച്ചർ ടീച്ചിങ്ങിൻ്റെ തിരക്കിലായിരുന്നു. ഒരു ഉമ്മ, ഒരു മാതാവ്, ഒരു മദർ, അവർ ഡോക്ടറായി, വക്കീലായി, അക്കൗണ്ടൻ്റായി, ഭരണാധികാരിയായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് അവരുടെ മക്കൾക്ക് മാതൃത്വത്തിൻ്റെ പേരിലുള്ള പ്രസൻസ്, ആ സാന്നിധ്യം, അത് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ മക്കളിൽ അരാജകത്വമുണ്ടാകുമെന്നത് ഒരു മനഃശാസ്ത്രപരമായ സത്യമാണ്. എങ്കിൽ ഒരു സ്ത്രീയെ അവരെ ഭരണാധികാരമേൽപ്പിക്കുന്നതും അതുപോലെയുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതും അശാസ്ത്രീയമാണ്. അത് ശരിയല്ല. ഇത് ഇസ്ലാം പറയുന്നു. അല്ലാതെ സ്ത്രീക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാകുന്നതിനോടോ സ്ത്രീക്ക് അല്ലാത്ത നല്ല പ്രൊഫൈലുകൾ ഉണ്ടാകുന്നതിനോടോ ഇസ്ലാം ഒരിടത്തും എതിരല്ല. വലിയ വലിയ വിപ്ലവം തീർത്ത മഹാരന്മാർ, മഹദിമാർ, വലിയ ഔലിയാക്കളുടെ പദവിയിലെത്തിയ മഹദിമാർ, അവരൊക്കെ വലിയ അറിവുള്ളവരാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഈ അടുത്ത ദിവസം തമിഴ്നാട്ടിലെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാത്തുഷൽ അർവദി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ മസാർ ഞാൻ സന്ദർശിച്ചു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് അല്ലെങ്കിൽ വലിയൊരു വൃത്തം, വലിയൊരു ജനാവലി, അവരൊക്കെ വലിയ പാണ്ഡിത്യമുള്ളവരും വലിയ പൊതുവായ ഭൗതിക വിദ്യാഭ്യാസമുള്ളവരുമാണ് ഔലിയാക്കളുടെ കൂട്ടത്തിൽ തന്നെ. അവരിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അവരെല്ലാം വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും വലിയ നേതൃപദവിയുള്ളവരുമാണ്. ഇത് മുസ്ലിം ചരിത്രത്തിലെ പാഠങ്ങൾ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ മറന്നാലും ഞാൻ മറന്നിട്ടില്ല, ഒരു കുഞ്ഞിനെ താലോലിക്കേണ്ടത് എപ്പോഴാണ്? പ്രഗ്നൻസി ടൈമിൽ തന്നെയാണ്, ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെയാണ്. നമ്മുടെ കുഞ്ഞ് ഗർഭത്തിലിരിക്കുമ്പോൾ നമുക്ക് കഷ്ടപ്പാടുള്ള ജീവിതമാകരുത്. പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ വഹനൻ അല വഹന് എന്ന് പറയുന്ന 1 വർഷം ഫിസിക്കലി ശാരീരികമായി ഉണ്ടാകുമ്പോഴും അത് തിരുത്താൻ ഇസ്ലാം ഒരു ഫോർമുല പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ലാ തഹിനു വലാ തഹസനു, നിങ്ങൾ ദുഃഖിക്കാതെ ജീവിക്കണം, നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം. ഏത് പ്രയാസഘട്ടങ്ങളുണ്ടായാലും ആ പ്രയാസത്തെ സന്തോഷമാക്കി മാറ്റാൻ നിങ്ങൾക്ക് പറ്റണം. അതാണ് മുസ്ലിം. ഒരു മുസീബത്തുണ്ടായാൽ, ആ മുസീബത്തുണ്ടായാൽ നമ്മൾ എന്ത് പറയണം? ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ടെന്നാ? അല്ല, എൻ്റെ വിഷമത്തെ ഞാൻ അവഗണിക്കുന്നു. കാരണം ഇതൊരു വിഷമേ അല്ല. ഇടയ്ക്കൊരു ജനറേറ്റർ നിന്നുപോയാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് മൊത്തം നിൽക്കാനുള്ളതാ. ഇപ്പൊ കുറച്ചു നേരമല്ലേ നിൽക്കുന്നുള്ളൂ, അതിന് സങ്കടപ്പെടാനൊന്നുമില്ല. അതൊരു റെസ്റ്റിംഗ് ടൈം മാത്രമാണ്. ഇങ്ങനെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ജീവിതത്തോട്. മുഷിഞ്ഞിരിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇസ്ലാം തരുന്നില്ല. സന്തോഷത്തോടെ ജീവിക്കണം, സമാധാനത്തോടെ ജീവിക്കണം. ലാ തഹിനു വലാ തഹസനു. ശരിയായ മൂമിനാരാ? ശരിയായ മൂമിൻ എന്ന് പറയുന്നത് ലഹുമുൽ ബുസ്റാ ഫിൽ ഹയാത്തി ദുനിയ വ ഫിൽ ആഖിറ. ദുനിയാവിലെ ജീവിതത്തിലും ആഖിറത്തിലും അൽ ബുസ്റാ, ഹാപ്പിയസ്റ്റ് മോഡ്, സന്തോഷമുള്ള ജീവിതം ദുനിയാവിലും ആഖിറത്തിലും. ഇതാണ് മുസ്ലിം. ഇതാണ് മുസ്ലിം. അങ്ങനെ ജീവിക്കാൻ പര്യാപ്തമായാൽ ഒരു ഗർഭിണി എങ്ങനെയാ ചിന്തിക്കുക? സാധാരണഗതിയിൽ ഗർഭിണിയായാൽ തുടക്കകാലത്താണ് കാര്യമായ പ്രശ്നം. അതായത് നമ്മുടെ യൂട്രസിൽ, ഗർഭപാത്രത്തിൽ കുഞ്ഞ് രൂപപ്പെടുന്ന ആദ്യ സമയത്ത് ശരീരത്തിൽ ഇതൊരു എക്സ്റ്റേണൽ ഫാക്റ്റാണ്, അഥവാ ഒരു ഖാരിജിയായ സംഗതിയാണ്, ഒരു ഫോറിൻ ബോഡിയാണ്. അപ്പോൾ ശരീരം ഒമിറ്റ് ചെയ്യും, ഛർദിക്കും. ഛർദി നിൽക്കാൻ ഏറ്റവും കൂടുതൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നബിതങ്ങൾ പഠിപ്പിച്ചു, ഒരു ഗർഭിണിയായ സമയത്ത് അവർക്ക് വലിയ പ്രതിഫലമാണ്, സ്വർഗമാണ് അവരുടെ പ്രതിഫലം, വലിയ പ്രതിഫലമാണ്. ഈ പ്രതിഫലമുണ്ട് എന്ന ചിന്തയുണ്ടായാൽ ഭയങ്കര സന്തോഷമായി. ആ സന്തോഷമായാൽ ശരീരം ഈ ഫോറിൻ ബോഡിയെ അക്സെപ്റ്റ് ചെയ്യും, കബൂൽ ചെയ്യും. കബൂൽ ചെയ്താൽ പിന്നെ പ്രയാസം ഉണ്ടാകൂല, വൊമിറ്റിങ് മാറും. ശരീരത്തിലെ കുഞ്ഞിൻ്റെ വളർച്ചയും മാതാവിൻ്റെ വളർച്ചയും നന്നാകും. വിഷമങ്ങൾ കുറയും, സങ്കടങ്ങൾ കുറയും, ശാരീരിക പ്രയാസങ്ങൾ, ഡെഫിഷ്യൻസികൾ, നുക്സാനുകൾ കുറയും. ശരീരം നന്നാകും, ശരീരം ഹെൽത്തിയാകും, ആരോഗ്യകരമാകും. അപ്പോൾ നല്ല ഫോർമുല എന്താണ്? കുഞ്ഞ് വയറ്റിലിരിക്കുമ്പോൾ അൽഹംദുലില്ലാ, നിങ്ങളുടെ ഓരോ നിമിഷവും നിങ്ങൾ 100 കണക്കിന് റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം നിങ്ങളെ ഏടിൽ വരുന്ന ഒരു ധന്യമായ ഒരു അവസരമാണ് നിങ്ങളൊരു ഗർഭിണിയായിരിക്കുമ്പോൾ എന്ന് വിശ്വസിക്കാൻ പറ്റിയാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്തുമാത്രം ധന്യമാണ് നിങ്ങളുടെ ആ ജീവിതം, എത്രമാത്രം സന്തുഷ്ടമാണ് നിങ്ങളുടെ ജീവിതം. ഇങ്ങനെ ഒരു ഗർഭകാലയളവിൽ നിങ്ങൾ കുഞ്ഞിനെ പാരന്റിങ് ചെയ്താൽ പ്രസവിക്കുമ്പോൾ പ്രസവം എളുപ്പമാകാൻ അത് മതിയാകും. പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞിന് ഉറക്കമില്ലാത്ത പ്രശ്നം വരില്ല. പ്രസവിച്ചു കഴിഞ്ഞ് മുലയൂട്ടുന്ന സമയത്ത് കുഞ്ഞിന് പ്രയാസം ഉണ്ടാകൂല. പ്രസവിച്ചു കഴിഞ്ഞാലും കുഞ്ഞിനെ മനസ്സുകൊണ്ട് താലോലിക്കണം. പ്രസവിച്ചു കഴിഞ്ഞാലും കുഞ്ഞിനെ മുലയൂട്ടുന്ന സമയത്ത് ചില ഉമ്മമാരൊക്കെ മുലയൂട്ടുമ്പോ ഒരു കയ്യിൽ മൊബൈലാണ്. കാരണം എന്താ? ഫ്രീ അല്ലേ 2 കൈയും. അങ്ങനെ മുലയൂട്ടരുത്. മുലയൂട്ടേണ്ടത് ആദ്യം മനസ്സുകൊണ്ടും പിന്നെ ശരീരം കൊണ്ടുമാണ്. ആദ്യം മനസ്സുകൊണ്ടും പിന്നെ ശരീരം കൊണ്ടുമാണ്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ആദ്യം മനസ്സുകൊണ്ട് താലോലിച്ച് മുലയൂട്ടണം. എന്നാൽ കുഞ്ഞിന്റെ ആരോഗ്യം വളരെയേറെ മെച്ചപ്പെടും. അടുത്തൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞു വളരുന്ന സമയത്ത് കുഞ്ഞിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പ്രയാസമുണ്ടാകുമ്പോൾ ഉമ്മയെ അത് പ്രയാസപ്പെടുത്താൻ പാടില്ല. ചെറിയ കുഞ്ഞ് രാവിലെ പകല് കളിക്കുകയാണ്, രാത്രി ഉറങ്ങുകയാണ്. ഉമ്മ പറയാണ്, എന്തൊരു വികൃതിയാണ്, ഇതെന്തോ ഒരു പൊരുത്തം കെട്ട മോനാണ് എന്ന് പറയരുത്, ചിന്തിക്കരുത്. പകരം നാം എവിടെ ശ്രദ്ധിച്ചാൽ മതി? നല്ല സ്നേഹത്തോടെ ആ കുഞ്ഞിനെ നിങ്ങൾ താലോലിച്ചാൽ ആ കുഞ്ഞിൽ മാറ്റം വരുന്നത് കാണാം. നിങ്ങൾ ഫോക്കസ് ചെയ്യണം, ശ്രദ്ധ കൊടുക്കണം. എവിടെ? നിങ്ങളുടെ മനസ്സിൽ. നിങ്ങളുടെ മനസ്സിലെ കഴിഞ്ഞ 24 മണിക്കൂർ അല്ല 48 മണിക്കൂർ ഒന്ന് നിങ്ങൾ തിരിഞ്ഞാലോചിച്ചു നോക്കൂ. ഇന്നലത്തെ ഈ സമയം വരെ, മിനിയാന്നത്തെ ഈ സമയം വരെ നിങ്ങളുടെ മാനസികാവസ്ഥ സന്തോഷകരമായിരുന്നോ? ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ സന്തോഷകരമാക്കിയാൽ മതി.
കുഞ്ഞു മാറുന്നത് കാണാം. ഏറെക്കുറെ അനുഭവങ്ങൾ ഇങ്ങനെയാണ്, വളരെ 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 കുറഞ്ഞതൊഴികെ. കുഞ്ഞുങ്ങൾ കരയുന്ന സമയത്ത് അവരോട് ദേഷ്യപ്പെടുകയല്ല ചെയ്യേണ്ടത്, പകരം അവരോട് റഅഫത്ത്, കൃപ, കാരുണ്യം, കൈൻഡ്നസ്, ദയ കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ദേഷ്യപ്പെടുകയല്ല ചെയ്യേണ്ടത്. കുഞ്ഞുങ്ങൾ വെറുതെ കരയൂല. കരയൽ ഒരു എളുപ്പമുള്ള പണിയല്ല. ആണോ? നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ ഒന്ന് കരഞ്ഞു തരുമോ? ഈ സദസ്സിലിരിക്കുമ്പോ എളുപ്പമുള്ള പണിയല്ല. അപ്പോഴും ചിരിക്കാനാണ് ഇഷ്ടം, ചിരിക്കാനാണ് എളുപ്പം. കരയൽ വലിയ മെനക്കെടാണ്. ഒരു കുഞ്ഞ് കരയുന്നത് കാര്യമായൊരു കാരണത്തിന് വേണ്ടിയാണ്. ശാരീരികമായ വിശപ്പോ മറ്റോ ആയിരിക്കാം, ചിലപ്പോൾ അസുഖമായിരിക്കാം, ചിലപ്പോഴൊക്കെ മാനസികമായ പ്രയാസങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ വരാത്ത പൈശാചികമായ ബുദ്ധിമുട്ടോ മറ്റോ ഒക്കെ പരിസരങ്ങളിൽ ഉണ്ടായാൽ കുട്ടിക്ക് പെട്ടെന്ന് എഫക്ട് ചെയ്യും. അങ്ങനെയും ആകാം. ഇത്തരം സമയത്തൊരു മാതാവ് എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഈ കുഞ്ഞിനെ വളർത്തുന്ന സമയത്ത് കുഞ്ഞിന്റെ കൂടെ ഇരുന്ന് സ്പിരിച്വാലിറ്റിയുള്ള, ആത്മീയതയുള്ള നല്ല മൊമെന്റുകൾ, നിമിഷങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഉദാഹരണത്തിന് മങ്കൂസ് മൗലിദിൽ അന്ത തതുലു ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽവാ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അസ്സഫീഇൽ അബ്താഹി വൽഹബീബിൽ അറബി. 6-7 വരികൾ ജവാബോടുകൂടെ നിങ്ങൾ കുഞ്ഞിന്റെ സാന്നിധ്യത്തിൽ എല്ലാ ദിവസവും ചൊല്ലി നോക്കൂ. മറ്റൊരു സമയത്ത് നമ്മളെ ബദർ മൗലിദിലുള്ള തവസ്സൽനാ ബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് റസൂലില്ലാ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാ. 14 വരി. അതിലെല്ലാ ദുആവും ഉണ്ട്. നിങ്ങൾ കുഞ്ഞിന്റെ സാന്നിധ്യത്തിൽ എല്ലാ ദിവസവും ചൊല്ലി നോക്ക്. കുഞ്ഞിന് ബുദ്ധിമുട്ട് വരൂല. വല്ലപ്പോഴും വല്ല ബുദ്ധിമുട്ടും വന്നാൽ നിങ്ങൾ ആ കുഞ്ഞിന്റെ കൂടെ ഇരുന്ന് ഈ ഈണത്തിൽ നല്ല ശ്രദ്ധയോടെ, നല്ല മനസ്സ് സാന്നിധ്യത്തോടെ, ഹുളൂറുൽ ഖൽബോടെ, മൈൻഡ്ഫുൾനെസ്സോടുകൂടെ നിങ്ങൾ ഒന്നത് ചൊല്ലി നോക്കൂ. പെട്ടെന്ന് കുട്ടിക്ക് റിലീസിങ് വരുന്നത് കാണാം, കുട്ടി റിലാക്സ്ഡ് ആകുന്നത് കാണാം, കുട്ടി ആസ്വദിക്കുന്നത് കാണാം. അങ്ങനെ വളരുന്ന കുട്ടി പെട്ടെന്ന് നന്നാകും. കുട്ടിയുടെ ജീവിതത്തിൽ വളർന്നു വരുന്ന സമയത്ത് എപ്പോഴും കുട്ടികളെ നമ്മൾ എല്ലാറ്റിനും അനുവദിച്ച് ശീലിക്കണം. ഞാൻ പറയുന്നത് കുട്ടി ചലിച്ചുകൊണ്ടേയിരിക്കണം. കുട്ടികൾ കുറഞ്ഞ നാള് കഴിയുമ്പോൾ കമിഴ്ന്ന് കിടക്കും, പിന്നെ എഴുന്നേറ്റിരിക്കും, പിന്നെ മുട്ടിട്ടേഴും, പിന്നെ ചന്തിയിട്ടേഴും, പിന്നെ പിടിച്ചു നിൽക്കും, പിന്നെ പിടിച്ചു നടക്കും. ഇവിടെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയരുത്. വീഴും എന്ന് പറയരുത്. വീട്ടിൽ സ്റ്റെയർ കേസ്, കോണി ഉണ്ടാകുമ്പോ കുട്ടി അത് കയറുമ്പോ കയറരുത് എന്നല്ല പറയേണ്ടത്. ഉമ്മമാര് ചിലപ്പോ മനസ്സുകൊണ്ട് ചോദിക്കുന്നുണ്ടാവും, ഉസ്താദെ വീണാ കൊണ്ടുപോകാൻ നിങ്ങൾ ഉണ്ടാവോ? നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? കുഞ്ഞു കോണി കയറുമ്പോ കുറച്ച് സമയം കൂടെ നിന്ന് കൊടുക്കണം. അതിന് 24 മണിക്കൂറൊന്നും വേണ്ട, ഒരു അരമണിക്കൂർ. ആ അരമണിക്കൂർ നിങ്ങളുടെ കുട്ടിയുടെ കൂടെ നിന്ന് നിങ്ങൾ കുട്ടി കോണി കയറട്ടെ, നിങ്ങൾ ഹെൽപ്പായിട്ട് നിന്ന് കൊടുക്കൂ. കുട്ടി ചലിക്കട്ടെ, കൂടെ നിന്ന് കൊടുക്കൂ. അങ്ങനെ നിങ്ങൾ കുട്ടിയെ ഹെൽപ്പ് ചെയ്യണം. ദയവായി നടക്കാൻ ഉപകരണങ്ങൾ ആവശ്യമില്ല. കുട്ടി പിടിച്ചു നിൽക്കട്ടെ, പിടിച്ചു നടക്കട്ടെ. ഉപകരണങ്ങൾ വേണ്ടതില്ല. കഴിയുന്നതും ഉപകരണങ്ങൾ ഇല്ലാതെ കുട്ടി നിരങ്ങിയും എല്ലാ കാര്യവും ചെയ്യണം. കാരണം ഭാവിയിൽ കുട്ടിയുടെ പഠനത്തിനുപകരിക്കുന്ന വായന, ഹ്രസ്വവായന, പിന്നെ ഗ്രാഹ്യവായന തുടങ്ങിയുള്ള കാഴ്ച വായന തുടങ്ങിയ കഴിവുകളെയെല്ലാം സ്വാധീനിക്കുന്ന ബ്രെയിൻ ജിമ്മുകളാണ് കുട്ടിയുടെ ഈ ഇരുത്തവും നിരങ്ങലും നടക്കലും
ഓട്ടവുമൊക്കെ. സ്റ്റെയർ കയറുന്നത് ഒരു ബ്രെയിൻ ജിമ്മാണ്, സ്റ്റെയർ ഇറങ്ങുന്നത് മറ്റൊരു ബ്രെയിൻ ജിമ്മാണ്. അതെല്ലാം നമ്മൾ കുട്ടിയുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് കുട്ടിയെ വളർത്തണം. അവിടെയൊന്നും പാടില്ല 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 എന്ന് പറയരുത്. കുട്ടിയിൽ വല്ലപ്പോയൊരു മോശമായ വാക്കുകൾ കണ്ടാൽ, നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചു, ചിലപ്പോ നമ്മുടെ കുട്ടികൾ മറ്റു പലരിൽ നിന്നും മോശമായ വാക്കുകൾ, ചീത്ത വാക്കുകൾ, ബാഡ് വേർഡ്സ് അത് കേൾക്കുമ്പോ പെട്ടെന്ന് ഫോളോ ചെയ്യും. നിങ്ങൾ അതിനെതിരെ വാളെടുത്ത് ബഹളം വെക്കുകയല്ല ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? വീട്ടിൽ വെച്ച് നമ്മുടെ പെരുമാറ്റം എപ്പോഴും നല്ലത് മാത്രം, ചീത്ത പറയരുത്. ചെറുത് കാര്യങ്ങൾക്കെല്ലാം ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടാതെ സൗമ്യമായി സംസാരിക്കണം, ബഹുമാനത്തോടെ സംസാരിക്കണം. മക്കള് സംസാരിക്കുമ്പോ ശ്രദ്ധയോടെ കേൾക്കണം. മക്കളെ പ്രകോപിപ്പിച്ച് പഠിപ്പിക്കരുത്. ഉദാഹരണത്തിന്, കുട്ടിയുടെ കയ്യിൽ ഒരു ടോയ്സ് ഉണ്ട്. ആ ടോയ്സ് നമ്മൾ പിടിച്ചു വാങ്ങുന്നു, എന്നിട്ട് കുട്ടി അത് തിരിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു. അങ്ങനെ കുട്ടിയെ വാശി പിടിപ്പിച്ച് പഠിപ്പിക്കുക ചെയ്യരുത്, തെറ്റാണ്. കുട്ടിയെ പ്രകോപിപ്പിക്കുക. ചില ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ട്. 2 വയസ്സായ മോന് ഉമ്മക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടായി. രണ്ടാമത് കുഞ്ഞുണ്ടായപ്പോ ഈ അമ്മാവൻ പറയാണ് കുട്ടിയോട്, ഇനി നിന്നെ വേണ്ട. പറയാൻ പാടില്ല, കടുത്ത തെറ്റാണ്. അതിക്രൂരമായ വിനോദമാണത്. ചെറിയൊരു കുഞ്ഞുണ്ടായപ്പോ മോനോട് പറയാണ്, മൂത്ത കുട്ടിയോട് പറയാണ്, ചെറുതിനെ ഞാൻ കൊണ്ടുപോവുകയാണ്. പറയാൻ പാടില്ല, കടുത്ത തെറ്റാണ്. ആ കുട്ടി ആ സമയത്ത് അനുഭവിക്കുന്ന മാനസികമായ പീഡനം, മാനസിക പ്രയാസം അതികഠിനമാണ്, വളരെ വലുതാണ് ആ വിഷമം. അതുകൊണ്ട് മക്കളെ അങ്ങനെ വിഷമിപ്പിക്കരുത്. അനാവശ്യമായി കുട്ടികളെ ബഹളം പിടിപ്പിക്കരുത്. അനാവശ്യമായി കുട്ടികളെ ചീത്ത പഠിപ്പിക്കരുത്. കുട്ടികളോട് നാം എപ്പോഴും നല്ല രീതിയിൽ മാത്രം സംസാരിച്ച് ശീലിച്ചാൽ, വല്ല കൂട്ടുകാരും മോശമായ ഒരു വാക്ക് പറഞ്ഞ് അത് കേട്ട് നമ്മുടെ മക്കൾ പറഞ്ഞാൽ നിങ്ങൾ കൂടുതലൊന്നും ചെയ്യേണ്ടി വരില്ല. ആ സമയത്ത് എന്ത് പറഞ്ഞാൽ മതി? മോളെ, മോനെ, അവിടെ നല്ല വാക്ക് ഇന്നതാണ് എന്ന് പറഞ്ഞാൽ തന്നെ കുട്ടി തിരുത്തും. അത് പക്ഷേ ഒന്നാമത്തെ പറച്ചിലിന് മാറണമെന്ന ശാഠ്യം വേണ്ട. ഒരു 2-3 ദിവസം കൊണ്ട് കുട്ടി മാറിക്കോളും. പക്ഷെ നമ്മൾ ബഹളം വെക്കരുത്, അത് ഒരു വലിയ വിഷയമാക്കരുത്. ചിലപ്പോഴൊക്കെ ചില രക്ഷിതാക്കൾ എന്താ ചെയ്യുക? ചെറിയ മക്കളുടെ ആ തേൻ തൂവുന്ന മധുരമുള്ള സംസാരം, അത് തോന്നിവാസം പറഞ്ഞാലും രക്ഷിതാവിനൊരു സുഖം ഉണ്ടാവും. ശരിയാണ്. ആ സുഖം സുഖിക്കരുത്. മറിച്ച് ആ സമയത്ത് നിങ്ങൾ സൈലന്റ് ആകണം. പിന്തുണക്കുകയോ ബഹളം വെക്കുകയോ ചെയ്യരുത്. പ്ലാന് വേണം. ഇത് തിരുത്തണം. എങ്ങനെ തിരുത്തും? അവിടുത്തെ നല്ല വാക്ക് ഏതാണ് എന്ന് നമ്മുടെ മക്കളോട് നമ്മൾ സ്വസ്ഥമായ സമയത്ത് പറയണം. അപ്പൊ മക്കൾ മാറും. ഇത്രയേ ആവശ്യമുള്ളൂ. നമ്മുടെ മനസ്സ് നന്നാണെങ്കിൽ, നമ്മുടെ മക്കളോടുള്ള പെരുമാറ്റം ശരിയാണെങ്കിൽ, നാം നമ്മുടെ മക്കളുടെ മനസ്സിൽ വരച്ച വര തിരുത്താൻ ഈ ലോകത്ത് മറ്റൊരാൾക്കും കഴിയില്ല. അതാണ് ശരി, അതാണ് സത്യം. ഇനി വളർന്നു വരുമ്പോൾ മക്കൾ പഠിക്കാനുള്ള കഴിവുകളൊക്കെ എവിടെ നിന്നാ പഠിക്കുന്നത് എന്നറിയോ? 2 വയസ്സു മുതൽ മക്കൾ പഠിക്കാനുള്ള സ്കില്ലുകളെല്ലാം നേടുന്നുണ്ട്. 100-ലധികം സ്കില്ലുകൾ നേടുന്നുണ്ട്. അതിനെന്താ മാതാപിതാക്കൾ ചെയ്യേണ്ടത്? ഇന്നത്തെ ഈ സംസാരത്തിൽ നിങ്ങളോടത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ മനസ്സുകൊണ്ട് ശപിക്കാൻ സാധ്യതയുണ്ട്. കാരണം പ്രിയപ്പെട്ട സഹോദരിമാര് ഇത്രയും തിങ്ങിയിരിക്കുന്ന സമയത്ത് സുദീർഘമായി അത്തരം ഗഹനമായ വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു ക്രൂരതയായി പോകും. അതുകൊണ്ട് ഞാൻ അത്ര വിശദമായി സംസാരിക്കുന്നില്ല. 3, 4, 5, 6 മണിക്കൂറുകൾ സംസാരിക്കാറുള്ള ഒരു വിഷയമായതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ യൂട്യൂബ് ചാനലിൽ സന്ദർശിച്ചാൽ, അബ്ദുൽ ഹക്കീം സഖാഫി ആയഞ്ചേരി എന്ന ചാനലിൽ സന്ദർശിച്ചാൽ ഇത് സംബന്ധമായ മൈൽ സ്റ്റോണുകൾ വിശദമായി പ്രതിപാദിക്കുന്ന, വലിയ കാണാൻ സുഖമൊന്നും ഉണ്ടാവില്ല, പഠിക്കാൻ ഉള്ള മാറ്ററുകൾ അതിൽ ലഭ്യമാണ്, ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോ ഞാൻ പറഞ്ഞത്, മക്കളുടെ സ്കൂളിങ്ങിനുള്ള സ്കില്ലുകൾ നമ്മളെ വീട്ടിൽ വെച്ചാണ് വളർത്തേണ്ടത്. എന്ത് ചെയ്യണം? ചെറിയ മക്കള് ഇങ്ങനെ ബഹളം വെക്കുന്നത് കാണാം. കരയുക, ബഹളം വെക്കുക. എന്തുകൊണ്ടാ? മക്കൾക്ക് വ്യത്യസ്തമായ കളി അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം. ഈ കളിക്കിടയിൽ കുട്ടികൾ പഠിക്കണം.
വായിക്കാൻ ആവശ്യമായ അക്ഷരങ്ങൾ പഠിക്കാൻ കുട്ടി ഉപയോഗപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് കളർ ഐഡന്റിഫിക്കേഷൻ എന്ന സ്കില്ല്. ഇത് നാം ഉമ്മമാരാണ് പഠിപ്പിക്കേണ്ടത്. എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നറിയോ? ഒരു 2 വയസ്സാകുമ്പോ നിങ്ങൾ കുട്ടികൾ സംസാരിച്ച് തുടങ്ങുമ്പോ തന്നെ എന്ത് പഠിപ്പിക്കണം? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പഠിപ്പിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവാര്, പിതാവാര്, ജനിച്ചതെവിടെ, വഫാത്തെവിടെ തുടങ്ങിയ നബിതങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ നാം കൊച്ചുനാളിൽ പറയണം. 2 വയസ്സായാൽ കുട്ടികൾക്ക് കളറ് പഠിപ്പിക്കണം. വൈറ്റ്, വെളുപ്പ് പഠിപ്പിക്കുക. എങ്ങനെയാ വെളുപ്പ് പഠിപ്പിക്കേണ്ടത്? വീട്ടിൽ ഭർത്താവ് ധരിച്ച ഷർട്ടുണ്ട്, അത് വെളുത്തതാണ്. മസലൻ, ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ, ആ വെളുപ്പ് കാണിച്ചിട്ട് പറയുന്നു, മോനെ മോളെ ഇതേതാ കളർ എന്നറിയോ? ഇതാണ് വൈറ്റ്, വെളുപ്പ്. ഇത് പഠിപ്പിച്ചു. അതിനുശേഷം അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി നമ്മൾ നിസ്കരിക്കാൻ ഇരിക്കുകയാണ് ഇശായിന്. അപ്പോ നാം നിസ്കാരക്കുപ്പായം ഇട്ടിട്ടുണ്ട്, അത് വെളുത്തതാണ്. മോളോട് പറയുന്നു, ഇതേതാ കളർ എന്നറിയോ? ഇതാണ് വെളുപ്പ്, വൈറ്റ്. അടുത്ത ദിവസവും വീണ്ടും പറയുന്നു. ഇങ്ങനെ വ്യത്യസ്ത അവസരങ്ങളിൽ വൈറ്റ് പറഞ്ഞു കൊടുക്കുന്നു. എന്ത് ചെയ്യരുത്? രാവിലെ ഭർത്താവിന്റെ ഷർട്ടിന്റെ കറുപ്പ് വെളുപ്പ് എന്ന് പറഞ്ഞു കൊടുത്തു. രാത്രി ചോദിക്കുകയാണ്, ഇതേതാ കളർ നിസ്കാരക്കുപ്പായം കാണിച്ചിട്ട്. അപ്പോ കുട്ടി പറഞ്ഞു കറുപ്പ്. അപ്പൊ ഉമ്മക്ക് ചൂടാകാൻ, അന്ന് രാവിലെ പറഞ്ഞു തന്നിട്ടില്ലേ? അങ്ങനെയല്ല ചെയ്യേണ്ടത്. റിപ്പീറ്റഡായി, മുക്കററായി ആവർത്തിച്ച് മക്കളോട് എന്ത് പറയണം? വ്യത്യസ്തമായ അവസരങ്ങളിൽ ഈ കളറ് പറഞ്ഞു കൊടുക്കണം. ആ കളർ മനസ്സിലായി തുടങ്ങിയാൽ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? അവർക്ക് കളർ ഐഡന്റിഫൈ ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, വീട്ടിലെ അലക്കിയിട്ടിരിക്കുന്ന ഡ്രസ്സിൽ വെളുപ്പുണ്ട്. അവരോട് ചോദിക്കുന്നു, ഇതിൽ ഏതാണ് വെളുപ്പ്? ഉമ്മയുടെ കറുത്ത പർദ്ദയുണ്ട്, ആ ജ്യേഷ്ഠത്തിയുടെ ചുവപ്പ് ചുരിദാറുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ഡ്രസ് ഉണ്ട്. ഈ കൂട്ടത്തിൽ ഒന്ന് വെളുപ്പുണ്ട്. ചോദിക്കുന്നു, ഇതിൽ ഏതാണ് വെളുപ്പ്? കുട്ടി കാണിക്കുന്നു. കാണിക്കുന്നതിൽ അബദ്ധം പറ്റിയാൽ അപ്പോഴും എന്താ ചെയ്യേണ്ടത്? ഇതാണ് വെളുപ്പ് എന്നേ പറയാവൂ, ദേഷ്യപ്പെടരുത്. എന്തേ പറഞ്ഞു തന്നിട്ട് മനസ്സിലാകാത്ത ഇത്ര ദിവസമായിട്ടൊരു വെളുപ്പ് പഠിച്ചിട്ടില്ലേ എന്ന് ചോദിക്കരുത്. ഇങ്ങനെയാണ് കളർ പഠിപ്പിച്ചു തുടങ്ങേണ്ടത്. എവിടെ കണ്ടാലും വെളുപ്പ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കറുപ്പ് പഠിപ്പിക്കുക. അപ്പൊ 2ആയി, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇത് എത്ര സമയം എടുത്താലും കുഴപ്പമില്ല. സ്ലോ ഈസ് ഫാസ്റ്റ്. ഏറ്റവും പതുക്കെ പഠിപ്പിക്കുന്നതാണ് ഫാസ്റ്റ്, ഏറ്റവും സ്പീഡ്. ഇനി ചെയ്യേണ്ടത് അടുത്ത 4 പ്രൈമറി കളേഴ്സ്, പച്ച, ചുവപ്പ്, മഞ്ഞ, നീല തുടങ്ങിയ 4 കളറുകൾ പറഞ്ഞു കൊടുക്കണം. ഇതുപോലെ ഒന്ന് പഠിപ്പിച്ചു, അതുറച്ചാൽ അടുത്തത്, അതുറച്ചാൽ അടുത്തത്, അതുറച്ചാൽ അടുത്തത്. എത്ര ദിവസം എടുത്താലും കുഴപ്പമില്ല. ഒരു ധൃതിയും വേണ്ട, ആരും ശമ്പളം കട്ടാക്കൊന്നുമില്ല. അതുകൊണ്ട് വളരെ പതുക്കെ പഠിപ്പിച്ചാൽ മതി. ഇനി അത് കഴിഞ്ഞാൽ അതിന്റെ ക്ലാസിക് കളേഴ്സ് അഥവാ ഗ്രേ കളർ, ബ്രൗൺ കളർ, പർപ്പിൾ തുടങ്ങിയ വയലറ്റ് കളർ, ഈ തുടങ്ങിയ ഒരു 3 കളർ കൂടി എക്സ്ട്രാ പഠിപ്പിക്കുന്നു. ഇത് കുട്ടി പഠിച്ചാൽ തന്നെ കുട്ടിക്ക് അക്ഷരങ്ങൾ പഠിക്കാനുള്ള സ്കില്ല് രൂപപ്പെടുന്നു എന്നാണ് ഈ വിഷയത്തിലെ ഒരു പ്രധാനപ്പെട്ട വിവരം. ഇനി വീട്ടിൽ നിന്ന് നാം പഠിപ്പിക്കേണ്ടത് ശരീരത്തിലെ മേജർ ഓർഗൻസ്, വലിയ അവയവങ്ങൾ, തല, കൈ, കാല് തുടങ്ങിയ മേജർ ആയിട്ടുള്ള അവയവങ്ങൾ പഠിപ്പിക്കണം. അത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് മൈന്യൂട്ടായ ചെറിയ അവയവങ്ങൾ പഠിപ്പിക്കണം. കണ്ണ്, മൂക്ക്, ചുണ്ട്, ചെവി, പല്ല്, നാവ് തുടങ്ങിയ ചെറിയ അവയവങ്ങൾ പഠിപ്പിക്കണം. വിരല്, അങ്ങനെ പഠിപ്പിക്കണം. ഇങ്ങനെ ശരീരത്തിലെ അവയവങ്ങൾ പഠിപ്പിക്കണം. ഇതെല്ലാം പഠിപ്പിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഭാഗങ്ങളൊക്കെ കവർ ചെയ്യണം. അതുപോലെ വീട്ടിൽ വെച്ച് നാം മാനേഴ്സ് പഠിപ്പിക്കണം. എങ്ങനെയാ മാനേഴ്സ് പഠിപ്പിക്കേണ്ടത്? മൂത്ത കുട്ടിയെ നമ്മുടെ നാട്ടിലെ എന്താണോ പ്രയോഗം, ഇച്ഛ എന്നാണോ, ബഹുമാനമുള്ള പ്രയോഗം ഏതാണോ അത് പറഞ്ഞ് പഠിപ്പിക്കണം.
പരസ്പരം സലാം പറഞ്ഞ് പഠിപ്പിക്കണം, പരസ്പരം മുസാഫഹത്ത് ചെയ്ത് പഠിപ്പിക്കണം. ഇങ്ങനെ മക്കളെ ചെയ്യിപ്പിച്ച് പഠിപ്പിക്കണം. അതിനെന്തു വേണം? ഗാദറിങ് വേണം. വീട്ടിൽ വീക്ക്ലി ഗാദറിങ്, ആഴ്ചയിലൊരു സദസ്സു വേണം. അതാണ് പഴയ കാലത്തൊക്കെ വെള്ളിയാഴ്ച രാവ് അങ്ങനെയാണ്. ഒരു കുറച്ച് സ്വലാത്ത് ചൊല്ലി, കുറച്ചൊരു യാസീൻ ഓതി, ഉമ്മാമയും ഉമ്മയും വലിയ എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടി ചെറിയൊരു പായസോ മധുരോ ഒക്കെ ഒരുക്കി, എന്നിട്ട് എന്ത് ചെയ്യണം? കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആൾക്ക് ഒരു ലഡു അധികം, ഇങ്ങനെയൊക്കെ സമ്മാനമൊക്കെ കൊടുത്ത് ഒരു ഗാദറിങ് വേണം. ഈ ഗാദറിങ്ങിൽ പരസ്പരം സലാം പറഞ്ഞും പരസ്പരം സന്തോഷങ്ങൾ പങ്കുവെച്ചുമാണ് നാം പരസ്പരം ബഹുമാനങ്ങൾ പഠിക്കേണ്ടത്. പരസ്പരം നമ്മുടെ മക്കളുടെ ഇടയിൽ സ്നേഹം പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? നാം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പറയുന്നതിനേക്കാൾ. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം. അതൊരു ബഹുമാനിക്കൽ ഒരാളുടെ കുറവല്ല. ഈ സദസ്സിൽ ഒരാൾ എന്നെ ബഹുമാനിക്കുന്നു, അത് ആ ബഹുമാനിക്കുന്ന ആളുടെ ബഹുമാനമാണ്. അതിൽ എനിക്ക് പ്രത്യേകിച്ച് കൂലിയൊന്നുമില്ല. എന്നൊരാൾ ബഹുമാനിക്കുന്നതിൽ എനിക്ക് സ്വഭാവമൊന്നുമില്ല. ബഹുമാനിക്കുന്ന ആൾക്കാണ് പ്രതിഫലം, അയാളുടെ നന്മയാണത്. ബഹുമാനിക്കുക എന്നത് ഒരാളുടെ കഴിവുകേടല്ല, ഒരാളുടെ കഴിവാണ്. ഇന്ന് സ്കൂളുകളിലൊക്കെ വ്യാപകമായി നമ്മൾ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് വലിയ ക്ലാസ്സുകളിൽ, ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ ടീച്ചേഴ്സിന്റെ അവസാനത്തെ സംശയം വരൽ എവിടെയാണെന്നറിയോ? കുട്ടികളിലുള്ള ശണ്ടകൾ, തല്ലുകേസുകൾ എങ്ങനെ ഇല്ലാതെയാക്കാം. തല്ലുമാല വന്നതിന് ശേഷം തല്ലുമാല തുടരുകയാണ് എന്നാണ് അധ്യാപകരുടെ പരാതി. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്കൂളിൽ ട്രെയിനിങ് നടത്തുമ്പോൾ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിൽ ഒരാൾ പറഞ്ഞു, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. +1 ഒരു കുട്ടി +2 കുട്ടിയോട് പറഞ്ഞു ബട്ടൺ ഇടടാന്ന് പറഞ്ഞു. ബട്ടൺ ഇടടാന്ന് പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞു ഇടൂല, ഇട്ടിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂന്ന് ചോദിച്ചു. അപ്പൊ ഈ +1 കുട്ടി +2 കുട്ടിയോട് പറഞ്ഞു ഞാൻ വീട്ടിൽ കയറി തല്ലൂന്ന് പറഞ്ഞു. അപ്പൊ ഈ +2 കുട്ടി പറഞ്ഞു എന്നാ നീ അത് ചെയ്യുന്ന എനിക്കൊന്ന് കാണണോന്ന് പറഞ്ഞു. അവൻ ബട്ടൺ ഇട്ടില്ല. അന്ന് വൈകിട്ട് ഈ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് +1 കുട്ടി ഈ +2 കുട്ടിയെ തല്ലി. അപ്പൊ എന്താ ചെയ്തത്? അവർ പുറത്താക്കി. അത് പിന്നെ എപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിലെ പുരോഗതിയാണ്. ഒരു കുട്ടിക്ക് ഒരു നെഗറ്റീവ് ഉണ്ടായാൽ തിരുത്തല്ല, ഇനി നെഗറ്റീവായിട്ട് നടന്നോ എന്നുള്ള പെർമിഷനാണ്. കുട്ടിയെ പുറത്താക്കിയ പിന്നെ നെഗറ്റീവായിട്ട് നടക്കാലോ. ഞാൻ അങ്ങോട്ട് ഇപ്പൊ കടക്കുന്നില്ല, ഇത് ടീച്ചേഴ്സ് ട്രെയിനിങ് അല്ലാത്തത് കൊണ്ട്. അപ്പോ എന്താണ് ശരിക്കും വിഷയം? നമ്മള് പുതിയ ലോകത്ത് ചിലരൊക്കെ മാധ്യമങ്ങളിൽ കയറിയിരുന്ന് ഇങ്ങനെ വായു തുറന്ന് എന്തൊക്കെയോ പുറപ്പെടുവിക്കുന്നത് കാണാം. അതിൽപ്പെട്ടതാണ് മത നേതാക്കൾക്കെതിരെ വല്ലാതെ ചാൻസ് കിട്ടുമ്പോഴൊക്കെ പറയും. ഇവിടെ സയ്യിദ് അവറുകൾ, അള്ളാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ, ഇവിടെ നടത്തുന്ന സേവനം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എത്ര വലിയ വിദ്യാഭ്യാസ സമുച്ചയമാണ് നടത്തുന്നത്, എത്രയാണ് ആത്മീയത പകർന്നു നൽകുന്നത്, എത്ര വലിയ സേവനമാണ് അവർ ചെയ്യുന്നത്. നിങ്ങൾ സുൽത്താനുൽ ഉലമയെ കേട്ടു നോക്കൂ, എത്ര വലിയ സേവനമാണ് അവർ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി മഹാനവറുകൾക്ക് അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ, ആ ഉസ്താദുമാരെയൊക്കെ ഒന്ന് കേട്ടു നോക്കൂ. എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് പേരോട് ഉസ്താദിനെ നിങ്ങൾ കണ്ടു നോക്കൂ, കേട്ടു നോക്കൂ. അവർക്ക് എത്രയാ സേവനം ചെയ്യുന്നത്. എന്താണ് അവർ നേടുന്നത്? ഒന്നും നേടുന്നില്ല. സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചു വളരുന്നു. അതേ സമയത്ത് പല കലാമേഖലയിലും ആർട്ട് മേഖലയിലും ജനങ്ങളുടെ ഈ കയ്യിൽ നിന്ന് കോടികൾ നേടി അവര് കോടീശ്വരന്മാരാകുന്നു. അവരെന്താ സമൂഹത്തിന് പഠിപ്പിക്കുന്നത്? തല്ലുമാല. അവരെന്താ സമൂഹത്തിന് പഠിപ്പിക്കുന്നത്? വില്ലനിസം. തല്ലുന്നതും കള്ളു കുടിക്കുന്നതും മദ്യപിക്കുന്നതും പുകവലിക്കുന്നതും അതുപോലെ സമൂഹത്തിൽ ബഹളം സൃഷ്ടിക്കുന്നതും വലിയ കാര്യമാണെന്ന് പഠിപ്പിക്കുന്നു. ഇവരെ ആദരിച്ചു കൊണ്ടു നടക്കാൻ കുറെ മീഡിയകളും. ഇത് തിരിച്ചറിയാൻ, ഇത് ഓഡിറ്റ് ചെയ്യാൻ ജനങ്ങളായ നമുക്ക് പറ്റണം. ജനങ്ങളുടെ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ഈ വിഷയത്തിൽ ഉണ്ടാകണം. ഞാൻ പറയുന്നത് എന്താണ് വേണ്ടത്? നാം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് തീർച്ചയായും വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ വിഷയത്തിൽ. തല്ലുമാല പോലെയുള്ള പ്രശ്നങ്ങളിൽ പരിഹാരം എന്താണ്? മക്കളോട് പറയേണ്ടത് തല്ലലൊരു കഴിവല്ല. അത് തിന്നിട്ടിങ്ങനെ വീർത്താൽ, മറ്റു നാൽക്കാലി മൃഗങ്ങളൊക്കെ വീർക്കുന്നത് പോലെ ഇങ്ങനെ വീർത്ത് ആഫിയത്ത് വെച്ചാല്
ആർക്കും പറ്റും, ഏത് ഗുണ്ടക്കും പറ്റും തല്ലൽ. ജയിക്കേണ്ടത് തല്ലിയിട്ടല്ല, സേവനം ചെയ്ത് ജയിക്കണം. സേവനം ചെയ്ത് ജയിക്കുന്നത് മനുഷ്യന്റെ കഴിവാണ്. തല്ലുന്നത് കഴിവല്ല, മറ്റൊരാളെ ചീത്ത വിളിക്കുന്നത് കഴിവല്ല, അതൊരു കഴിവുകേടാണ്. ഇത് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുത്താൽ നമ്മുടെ മക്കൾ ഉന്നതരാകും. അങ്ങനെയാണ് കഴിഞ്ഞ കാലത്തൊക്കെ മഹാന്മാരുണ്ടായത്. ഈ സയ്യിദന്മാരും ഈ ഉലമാവൊക്കെ വളരുന്നത് എങ്ങനെയാ? ഞാൻ എന്റെ ഉസ്താദിനെ കാണുന്നത് എന്റെ കൊച്ചുനാൾ മുതൽ ഏകദേശം ഒരു 10-20 വർഷത്തിലധികമായി ഞാൻ എന്റെ ഗുരുനാഥനെ ഉസ്താദിനെ കാണുന്നു. സമൂഹത്തിന് വേണ്ടി 24 മണിക്കൂറും ഉറക്ക് ഊണ് എന്ന വിഷയമില്ലാതെ സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി ഓടി നടന്ന് അധ്വാനിക്കുന്നു. അത് കണ്ടു വളരുന്ന എന്റെ മനസ്സിൽ വല്ലതും ചെയ്യണമെന്ന വല്ലാത്തൊരാഗ്രഹമുണ്ടാകുന്നു. ഇതാണ് ശരി. ഇത് നാം രക്ഷിതാക്കളിൽ നിന്നും കുട്ടികൾ കണ്ടുപഠിക്കണം, കേട്ടും പഠിക്കണം. അപ്പോ ഗാദറിങ് നടന്നാൽ മക്കളിൽ നല്ല സംസ്കാരമുണ്ടാകും. ദിവസവും ചെറിയൊരു സമയം ഒന്നിച്ചിരിക്കണം. ഈ ഒന്നിച്ചിരിക്കുന്നതിന് സൈക്കോളജി പറയുന്നു ക്വാളിറ്റി ടൈം. ക്വാളിറ്റി ടൈം. ഈ ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് പഴയ കാലത്ത് ഹദ്ദാദ് എന്ന് പറഞ്ഞത്. വീട്ടിൽ ഉമ്മയും മക്കളൊക്കെ ഒന്നിച്ചിരുന്ന ഒരു 15 മിനിറ്റ് ഹദ്ദാദ് ചൊല്ലിയാൽ എന്ത് ബ്യൂട്ടിഫുൾ ആണത്, എത്ര സുഖാണത്. ആക്ഷേപിക്കരുത്. പരസ്പരം ഒന്നിച്ചിരുന്ന് ഒന്നിച്ച് കേൾക്കുക, ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷങ്ങൾ പങ്കുവെക്കുക. ഇങ്ങനെ നാം ഗാദറിങ്ങുകൾ നടത്തണം. മക്കൾ വളരുമ്പോ അതും കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കും. അപ്പോ മുതിർന്നവരാകുമ്പോൾ മക്കളോട് എങ്ങനെ പെരുമാറണം വലിയൊരു വിഷയമാണ്. എല്ലാ വിദ്യാഭ്യാസമുള്ളവരും തോൽക്കുന്നൊരു രംഗമാണ്. എന്താ? മക്കളെ പറ്റി പറയുന്നത്, ഉസ്താദേ നല്ല മോനായിരുന്നു. ഈ നല്ല മോനായിരുന്നു എന്ന് പറയുമ്പോ ഞാൻ എന്താ മനസ്സിലാക്കലെന്നറിയാം? ഹോസ്പിറ്റലിലെ നേഴ്സ് വലിയ പഞ്ഞി എടുക്കുമ്പോ അതിന്റെ അർത്ഥം വെക്കുന്ന ഇഞ്ചക്ഷൻ വളരെ വലുതാണെന്ന്. നല്ല മോനാണ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ മോശമായിട്ടുണ്ട് എന്ന് പറയാനാണ് നല്ല മോനായിരുന്നു എന്ന് പറയുന്നത്. എന്താണ് പ്രശ്നം? ആർക്കാ പ്രശ്നം? ഈ മക്കള് മുതിരുമ്പോൾ മക്കളോട് എങ്ങനെ പെരുമാറണം എന്നത്, അഡോളസൻസ് കൗമാരക്കാരാകുമ്പോ മക്കളോട് എങ്ങനെ പെരുമാറണം എന്നത് നാം മുത്തുനബി തങ്ങളിൽ നിന്ന് പഠിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്, മക്കള് മുതിരുമ്പോ മക്കളോട് നല്ല ബഹുമാനത്തോടെ സംസാരിച്ച് ശീലിക്കണം. അക്രിമു ഔലാദക്കും, നല്ല മാനമായി സംസാരിക്കണം. ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചൊരു ദിവസം വലിയൊരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ അവിടെയുള്ള വലിയൊരു സയ്യിദ് എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് 100% ശരിയാ. എന്റെ വാപ്പ എന്നെ കുഞ്ഞുനാൾ മുതലേ നിങ്ങളെന്നേ പറയൂ. ആ വിളി കേൾക്കുമ്പോ പിന്നെ എന്തെങ്കിലും ഒരു മോശമായത് ചെയ്യാൻ പേടിയാൽ, എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന അത്ര ഗുണമല്ലാത്തൊരു കാര്യം ചെയ്യാൻ എന്തോ ഒരു തരം ഫിയർ, ഹൗഫ്, ഒരു പേടി, അത് മനസ്സിലിങ്ങനെ വരും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്. മക്കൾ മുതിരുമ്പോ അവരോട് കൽപ്പിച്ച് ശീലിക്കുന്നത് ഉപേക്ഷിക്കുക. കൽപ്പിച്ച് ശീലിക്കുന്നത് ഉപേക്ഷിക്കുക. നല്ല മാന്യമായി സംസാരിക്കുക, ബഹുമാനത്തോടെ സംസാരിക്കുക. പക്ഷേ ഒരു മോശം കണ്ടാൽ ആ മോശത്തെ പിന്തുണക്കാം എന്ന് നിങ്ങൾ കേൾക്കരുത്. അങ്ങനെ ഞാൻ പറയുന്നില്ല. മോശം കണ്ടാൽ അത് മോശമാണെന്ന് തന്നെ പറയണം. അതിന് ബാപ്പ കൂടെ ഇല്ല, അതിന് ഉമ്മ കൂടെ ഇല്ല എന്ന് പറയണം. ഒരു ഹറാമായ വിഷയത്തിന് ക്യാഷ് ചോദിക്കുമ്പോൾ മകനോട് പറയണം, മകളെ, നരകത്തിലേക്ക് പോകുമ്പോ ഉമ്മ കൂടെ ഉണ്ടാകൂല, നരകത്തിലേക്ക് പോകുമ്പോ ഉപ്പ കൂടെ ഉണ്ടാകൂല, അതിന് ഉപ്പാക്ക് കഴിയില്ല എന്ന് നിങ്ങൾ മോശമായി സംസാരിക്കണ്ട, ചീത്ത വിളിച്ച് പറയണ്ട. എങ്ങനെ പറഞ്ഞാ മതി? വളരെ ശാന്തമായി പറഞ്ഞാൽ റിസൾട്ട് ഉണ്ടാകും. അതാണ് സത്യം. ഞാൻ ഒരു ദിവസം എന്റെ ഹാപ്പി സോണിലെ ഒരു സെന്ററിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ വെച്ചായിരുന്നു സംഭവം. അതിൽ ഒരു സഹോദരി അപ്പോയിന്റ്മെന്റ് എടുത്തു. എന്താണ് അവരുടെ വിഷയം എന്നറിയോ?
19 വയസ്സായ ഡിഗ്രി പഠിച്ച് പഠനം പാതിവഴിയിൽ നിർത്തിയ മകനാണ് പ്രശ്നം. എന്താ മകന്റെ പ്രശ്നം? മകൻ മുഴുവൻ സമയവും ഫോണുമായിട്ടിരിക്കും. അവന് രാത്രി 12 മണിയായാൽ അവന്റെ കൂട്ടുകാരോടൊപ്പം എഴുന്നേറ്റ് പോകും, പുറത്തേക്ക് പോകും. അവൻ പെട്ടെന്ന് ക്ഷുഭിതനാകും. ചിലപ്പോഴൊക്കെ വലിയ ക്യാഷ് ചോദിക്കും. ചോദിക്കുന്ന ക്യാഷ് കൊടുത്തിട്ടില്ലെങ്കിൽ വീട്ടിലെ എല്ലാം എടുത്ത് വലിച്ച് പുറത്തിടും. ചില ദിവസം അവൻ കുറേ സമയം ഉറങ്ങി എഴുന്നേറ്റിട്ട് പറയും, ഇന്ന് മന്തി ഉണ്ടാക്കണം. മന്തി ഉണ്ടാക്കണം എന്ന് പറയുമ്പോ ചിലപ്പോ മന്തിക്കുള്ള അരി ഉണ്ടാകൂല. ഇല്ല എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് തുറന്ന് ഫ്രിഡ്ജിലുള്ള എല്ലാ സാധനവും എല്ലാ വസ്തുവകകളും വലിച്ചു പുറത്തിട്ട് അവൻ പുറത്തു പോകും. ഈ ഫ്രിഡ്ജിൽ ഇത്രയും സാധനങ്ങൾ എടുത്തു വെക്കുക എന്നുള്ളത് എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് ഒരു ദിവസമൊക്കെ അങ്ങനെ കിടക്കും. ഇങ്ങനെ എപ്പോഴും കഷ്ടപ്പാടാണ്. കഴിഞ്ഞ ദിവസം എന്നെ ഇവന്റെ പിന്നിൽ, ഇവന്റെ സ്കൂട്ടറിന്റെ പിന്നിൽ, ഇവന്റെ 2 വീലറിന്റെ പിന്നിലിരുത്തി ഇവൻ യാത്ര പുറപ്പെടുകയാണ്. എന്റെ ആ സഹോദരന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. പക്ഷെ വഴിയിലെത്തിയപ്പോ അവൻ പറഞ്ഞു, എനിക്ക് 2600 അങ്ങനെ ഏതോ ഒരു വലിയ എമൗണ്ട് തരണമെന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ ആകെ ഈ മാസത്തെ ക്യാഷ് വിദേശത്ത് നിന്ന് ഭർത്താവ് അയച്ചതിൽ ബാക്കി നിൽക്കുന്നത് 600 രൂപയാണ്. ഞാൻ മോനോട് പറഞ്ഞു, ആകെ എന്റെ അടുത്തുള്ളത് 600 രൂപയാണ്. അത് ഞാൻ ഇന്നാലിന്ന സാധനം വാങ്ങാൻ വേണ്ടി കരുതി വെച്ചതാണ്. അത് വേണേ നീ എടുത്തോ. ഇവൻ അത് മതിയായില്ല. അവന്റെ പിന്നിലിരുത്തി എന്നെ അവൻ അഭ്യാസം കളിപ്പിച്ചു. 2 വീലർ കൊണ്ട് അവൻ എല്ലാ അഭ്യാസവും കളിച്ചു. ഞാൻ കരഞ്ഞു, തളർന്നു, ഞാൻ ഭയപ്പെട്ട് അവശയായി. എന്റെ ഉമ്മയുടെ കുടിച്ച മുലപ്പാലടക്കം കത്തിപ്പോയി എന്നാണ് ഉമ്മയുടെ വാക്കുകൾ. ഈ ഉമ്മ പറയുന്നു, എനിക്ക് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? ചേർത്ത് പറഞ്ഞു, എന്റെ മകനെ കുറച്ചു മുമ്പ് അവന്റെ രക്ഷിതാക്കളിൽപ്പെട്ട ചിലര് കൂടി അറിയപ്പെട്ട കേരളത്തിലെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവൻ ക്ഷുഭിതനായി, അവൻ പൊട്ടിത്തെറിച്ചു. അവൻ ആ ഹോസ്പിറ്റലിലെ വാതിലുകളും മറ്റുമൊക്കെ അടിച്ചു തകർത്തു. അവനെ അവിടെ പിടിച്ച് ചങ്ങലക്കിട്ടു, സഡേഷൻ കൊടുത്തു, മയക്കിക്കിടത്തി ദിവസങ്ങളോളം. ഇങ്ങനെയൊക്കെ നടന്ന ഈ മകനെ രക്ഷപ്പെടുത്താൻ എനിക്ക് വല്ല വഴിയുണ്ടോ എന്നതാണ് ആരുടെ ചോദ്യം? ഈ ഉമ്മയുടെ ചോദ്യം. ഞാൻ ആ ഉമ്മയെ സവിസ്തരം കേട്ടതിന് ശേഷം ഞാൻ ആ ഉമ്മയോട് പറഞ്ഞു, പരിഹാരമുണ്ട്. തുടർച്ചയായി ഏതാനും ആഴ്ചകൾ നിങ്ങൾ ഇവിടെ വരികയും ഈ പ്രശ്നങ്ങൾ പറയുകയും ഞാൻ നിർദ്ദേശിക്കുന്ന പരിഹാരവും നിങ്ങൾ സശ്രദ്ധം കേട്ട് നടപ്പിലാക്കാൻ സന്നദ്ധമാണെങ്കിൽ ഷുവർ കുട്ടി മാറും. അപ്പോ ആ ഉമ്മ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങളുടെ മകനോട് നിങ്ങൾ ഒരക്ഷരം സംസാരിക്കാതിരുന്നാൽ മതി. അപ്പൊ എന്നോട് ആ ഉമ്മ പറഞ്ഞു, ആയിക്കോട്ടെ. ഞാൻ വീണ്ടും പറഞ്ഞു, ഒരു അക്ഷരം പോലും സംസാരിക്കരുത്. അപ്പൊ ആ ഉമ്മ എന്നോട് ചോദിച്ചു, ഭക്ഷണം കഴിക്കാൻ വിളിക്കണ്ടേ? ഞാൻ പറഞ്ഞു, വേണ്ട. അപ്പൊ ഭക്ഷണം കഴിക്കണ്ടേ? നിങ്ങൾ ഉണ്ടാക്കി വെച്ചാ മതി. അവൻ എന്ത് ചെയ്താലും, അവൻ പൊട്ടിത്തെറിച്ചാലും, അവൻ അട്ടഹസിച്ചാലും, അവൻ എന്ത് ചെയ്താലും നിങ്ങൾ തിരിച്ച് ദേഷ്യപ്പെടുകയോ സംസാരിക്കുകയോ ചെയ്യരുതെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് അവര് തിരിച്ചു വന്നപ്പോ പറഞ്ഞു, ഈ ഒരാഴ്ച ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. 2 ആഴ്ച വന്നപ്പോ 2 ആഴ്ചയിലും അവർ പറഞ്ഞു, ഈ ആഴ്ചയിൽ ഒരു പ്രശ്നവും ഇല്ല, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകാൻ തുടങ്ങുന്നുണ്ട്. എവിടെയാണ് പ്രശ്നം? മക്കളോട് നോ പറയേണ്ടിടത്ത് നോ പറയണം. പക്ഷേ ആദ്യം തന്നെ ആവശ്യത്തിനുള്ളത് സംസാരിച്ച് ശീലിക്കണം. മക്കൾ അഡോളസൻസായി തുടരുമ്പോ, കൗമാരക്കാരായി വളരുമ്പോ, അഥവാ ഒരു 13 മുതൽ 19, 20 വയസ്സുവരെ മക്കളുടെ കൗമാരപ്രായമാണ്. ഈ കൗമാര സമയത്ത് നമ്മൾ എങ്ങനെയാണ് മക്കളോട് പെരുമാറേണ്ടത്? കൗമാര സമയത്ത് നമ്മൾ മക്കളോട് പെരുമാറേണ്ട രീതി എന്താ? പറയുന്ന വാക്കുകൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു ചെയ്യരുത്. സുഖ്രിയത്ത്, അവരെ ഇൻസൾട്ട് ചെയ്യരുത്, അവരെ നിന്ദിക്കരുത്. പകരം അപ്പോഴും അവരുടെ മാനം സംരക്ഷിച്ച് സംസാരിക്കണം. മക്കളുടെ പ്രായം വളരുമ്പോ തുറന്ന് സംസാരിച്ച് ശീലിക്കണം. പ്രത്യേകിച്ച്
ഒരു 13 വയസ്സിന് മേൽപോട്ടുള്ള ആൺകുട്ടികൾ, 9-10 വയസ്സിന് മേൽപോട്ടുള്ള പെൺകുട്ടികൾ, അവരോട് ഒരു മാതാവിന് പിതാവിന് എന്തൊക്കെ പറയാൻ പറ്റണം? മകളെ, 9 വയസ്സായാൽ അവർക്ക് മെൻസസ് ഉണ്ടായാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്ന് വ്യക്തതയോടെ പറയണം. മെൻസസ് എന്താണെന്ന് പറയുന്നതിന് നമുക്ക് ഹയാ ഉണ്ടാകാൻ പാടില്ല. ലൈംഗികതയെക്കുറിച്ച് 13 വയസ്സായാൽ മക്കളോട് പറയണം. എന്താ പറയേണ്ടത്? മക്കളോട് പറയേണ്ടത്, ലൈംഗികത എന്നാൽ അള്ളാഹു മനുഷ്യനിൽ പടച്ച ഒരു ത്വബാണ്, ഒരു പ്രകൃതമാണ്. ലൈംഗികത ഒരു കുറ്റമല്ല. ഭക്ഷണം കുറ്റമാണോ? അല്ല. ഇതുപോലെ ലൈംഗികതയും കുറ്റമല്ല. ഭക്ഷണം, ഞാനിപ്പോ ഇവിടുന്ന് ഇങ്ങനെ ഈ റോഡിൽ ഇരുന്നൊരു ബിരിയാണി തിന്നുകയാണെങ്കിൽ നിങ്ങൾ പറയൂ, ഉസ്താദിന് നേരത്തെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് നിങ്ങൾ പറയും. സ്വാഭാവികമാണത്. ഭക്ഷണം കഴിക്കേണ്ടടുത്തിരുന്ന് കഴിക്കണം. ഞാൻ വേറൊരാളെ ഭക്ഷണം എടുത്ത് അയാളെ സമ്മതമില്ലാതെ കഴിക്കുകയാണെങ്കിൽ അത് കുഴപ്പമാണ്, സ്വാഭാവികമാണ്. എല്ലാ സമയത്തും എല്ലാ ഭക്ഷണവും കഴിക്കില്ല. ഇതുപോലെയാണ് ലൈംഗികത എന്ന് പറയുന്നത്. പ്രായത്തിനനുസരിച്ച്, അതിന്റെ പെർമിഷൻ അനുസരിച്ച്, അതിന്റെ മാനേഴ്സ്, അതിൻ്റെതായ അതിർവരമ്പുകൾ അനുസരിച്ച് ചെയ്യേണ്ട ഒന്നാണ്. 13 വയസ്സുകാരനായാൽ അവരോട് പറയണം, നിനക്ക് നിന്റെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയോട് താല്പര്യം തോന്നിയാൽ, നമ്മുടെ മകൾക്ക് ഒരു ആൺകുട്ടിയോട് താല്പര്യം തോന്നിയാൽ അത് നമ്മോട് പറയാനുള്ള പെർമിഷൻ വേണം. അങ്ങനെ ഒരു താല്പര്യം തോന്നിയാൽ നാം ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ വാളെടുക്കുകയല്ല ചെയ്യേണ്ടത്. വളരെ മാനമായി അവരോട് സംസാരിച്ച് സ്നേഹം എന്താണെന്ന് അവരെ പഠിപ്പിക്കണം, വിവാഹം എന്താണെന്ന് അവരെ പഠിപ്പിക്കണം. അതുപോലെ ലൈംഗികതയെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ വ്യക്തതയോടെ അവരോട് പറഞ്ഞു കൊടുക്കാൻ നാം പഠിക്കണം. നിങ്ങൾ നോക്കൂ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു ദിവസം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുക്ക ചെല്ലുമ്പോ ഫാത്തിമ പറയുന്നു, എനിക്ക് ഭർത്താവിന്റെ ഭാരം പ്രയാസമാകുന്നുണ്ട്. ആരോട്? ബാപ്പയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, നീ അലി റളിയല്ലാഹു അൻ വരുന്ന സമയത്ത് വാതിൽക്കൽ ഇച്ചിരി ധാന്യങ്ങൾ വിതറി വെക്കൂ. അങ്ങനെ ഇരുന്ന് ആ ധാന്യങ്ങൾ പെറുക്കാതെ, ഭക്ഷണത്തെ ബഹുമാനിക്കാതെ അലി കടക്കില്ല ഉള്ളിലേക്കെന്നറിയാം. അങ്ങനെ ചെയ്താൽ, ആ എക്സസൈസ് ചെയ്താൽ ഭാരം കൺട്രോൾഡ് ആകാനുള്ള ഒരു എക്സസൈസ് ആണെന്ന് ആര് പറയുന്നു? ബാപ്പ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇത് മാനേഴ്സാണ്. ഇതാണ് പാരന്റിങ്, ഇതാണ് മെന്ററിങ്. ഇങ്ങനെ മക്കളോട് ഉള്ളു തുറന്ന് സംസാരിക്കാൻ നാം പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ അതിർവരമ്പുകൾ എപ്പോഴും പാലിക്കണം. കഴിഞ്ഞ ദിവസം ഒരു ഫാർമസിസ്റ്റുമായി ഒരു പാരന്റ് വരുന്നു, ഒരു ഉമ്മ വരുന്നു. ഉമ്മ പറയുന്നു, ഉസ്താദേ, ഇന്ന് ഞാൻ 35,000-ന്റെ ഫോണ് എറിഞ്ഞുടച്ചിട്ടാണ് വരുന്നത്. എന്താ പ്രശ്നം? എന്റെ മകൾക്ക് ഒരു അഫയർ ആണ്, ഒരു പ്രണയ കേസാണ്. ഫാർമസിസ്റ്റായ മകളോട് ഞാൻ ചോദിച്ചു, എവിടെ നിന്ന് തുടങ്ങി? 7 വർഷം സ്വന്തം വീട്ടിൽ, 7 വർഷം മുമ്പ് സ്വന്തം വീട്ടിലെ ഡൈനിങ് ഹാളിൽ വെച്ച് തുടങ്ങിയതാണ്. ആരുടെ കാർമ്മികത്വത്തിൽ നിന്നറിയോ? ഈ ഉമ്മയുടെ. പലരും ഇന്ന് അങ്ങനെയാ. മക്കള് പഠിക്കുന്നു എന്നത് ഒരു ജനറൽ മുസ്ലിമായി പറയാൻ താല്പര്യപ്പെടുന്നതിന്റെ പേരിൽ അതിർവരമ്പുകൾ ഇഷ്ടപ്പെടാത്തവരുണ്ട്. അവർക്ക് ബുദ്ധി ശരിയില്ല എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം എന്താ? ഒരു സ്ത്രീക്ക് പുരുഷനോട്, പുരുഷന് സ്ത്രീയോട് താല്പര്യം തോന്നുക എന്നത് സ്വാഭാവികമാണ്. അങ്ങനെ താല്പര്യം തോന്നാവുന്ന പ്രായത്തിൽ അവരെ വരമ്പുകളില്ലാതെ, അതിരുകളില്ലാതെ ഒന്നിച്ചിരുത്തുന്നത് അതൊരു അപകടമാണ്. അത് അവിശ്വാസമല്ല. ഈ അതിർവരമ്പുകൾ പാലിക്കുക എന്ന് പറയുന്നത് അവിശ്വാസമല്ല, അത് പക്വതയാണ്, അത് നമ്മുടെ നിലവാരമാണ്. ഈ നിലവാരങ്ങളൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കുന്നത്, അതാണ് ശരിയായ ഇസ്ലാം, അതാണ് ശരിയായ മനുഷ്യ ജീവിതം, അതാണ് പാരന്റിങ്ങിന്റെ പേരിൽ നാം പഠിച്ചെടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പ്രായോഗികമായ ജീവിതത്തിൽ നാം ഇത്തിബാ ചെയ്യേണ്ട, ഫോളോ ചെയ്യേണ്ട, പിൻപറ്റേണ്ട മൂല്യങ്ങളെ തിരിച്ചറിയുകയും അത് കൊണ്ടു നടക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഈ സദസ്സ് ഇത്രയും വലിയ ഒരു രക്ഷിതാക്കളുടെ സദസ്സ്, ഇത് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ ചടങ്ങാണ്.
ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വലിയ ഒരു സമ്മേളനം തന്നെ, സംഗമം തന്നെ ഇവിടെ നടക്കുന്നു എന്നതാണ് എൻ്റെ അറിവ്. ഇത്രയും വലിയ ബഹുജനങ്ങൾക്ക് മൂല്യങ്ങളും അറിവുകളും ബോധ്യങ്ങളും സാമൂഹ്യ ബോധങ്ങളും സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു ദഅവത്ത്, ആ ദഅവത്തിന്റെ കേന്ദ്രമാണ് താജുൽ ഉലമ, ഈ സ്മാരക കേന്ദ്രമായ ഈ സ്ഥാപനം. ധാരാളം വിദ്യാർത്ഥികൾ മതം പഠിക്കുന്നു, ഭൗതിക വിദ്യാഭ്യാസം പഠിക്കുന്നു. അതോടൊപ്പം സമൂഹത്തിന് തന്നെ വലിയ ഡയറക്ഷനായി, മാർഗനിർദ്ദേശമായി ഈ കേന്ദ്രം മാറുന്നു. ഇതിനെല്ലാം താങ്ങും തണലുമായി, നേതൃത്വമായി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളും മറ്റ് പണ്ഡിതന്മാരും ഇതിന്റെ ഉമറാക്കളും നാട്ടുകാരും എല്ലാവരും കൂടെ നിൽക്കുന്നു. ഇതെല്ലാം അള്ളാഹു ആഖിറത്തിൽ മഹ്ശറയിൽ ഒന്നിക്കാനുള്ള ഒരു സബബായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളെല്ലാവരെയും നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്കെന്നും ഖൈറായ നാഫിയായ ഇൽമ് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ഞങ്ങളെ ഇൽമുകളൊക്കെ നാഫിയാക്കണേ റഹ്മാനെ. ഞങ്ങളെ എന്നും ഇഖ്ലാസുള്ളവരും തഖ്വ ഉള്ളവരും ആക്കണേ റഹ്മാനെ. പടച്ചവനെ, ഈ സ്ഥാപനവും ദീനീ പ്രവർത്തനങ്ങളൊക്കെ നീ വിജയിപ്പിക്കണേ റഹ്മാനെ. ഇതിന് നേതൃത്വം നൽകുന്ന സയ്യിദ് അവർകൾക്കും ഇതിനെ പിന്തുണക്കുന്ന എല്ലാ ജനങ്ങൾക്കും അള്ളാഹുവെ നീ ഖൈറ്, ബറക്കത്ത്, സന്തോഷം പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന നല്ല മോമിനീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം തുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ല അർത്ഥവത്തായ വിശദീകരണമാണ് ഉസ്താദ് നൽകിയിട്ടുള്ളത്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് ഉസ്താദിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് എല്ലാ നിലക്കുള്ള സന്തോഷങ്ങളും നന്ദിയായി രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുകൾ നമ്മുടെ സ്ഥാപനവുമായി ബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായി വിദേശ രാജ്യത്ത് പോയി എത്തിയിട്ടേ ഉള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിലായി. അല്ലാഹു തആല ആഫിയത്ത് ഏറ്റി കൊടുക്കുമാറാകട്ടെ.